പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് ഈ മനോഹരമായ സായാഹ്നത്തിൽ അങ്ങയുടെ മുമ്പിലേക്ക്, അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഒരുമിച്ച്, അങ്ങയുടെ ദാസിമാരായ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഈ പ്രഭാതം മുഴുവനും ഞങ്ങളെ സൂക്ഷിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങളുടെ കൂടെ എല്ലാം ഇരുന്ന കർത്താവിൻ്റെ സ്നേഹം വീണ്ടും ഒരു വട്ടം കൂടി ഞങ്ങൾക്ക് ഓർക്കുവാൻ, ഞങ്ങളെ കരുതിയ വിധങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങയുടെ മുമ്പിൽ ഇരിപ്പാൻ, അങ്ങയുടെ പരിശുദ്ധാത്മാവിന് കേൾക്കുവാനൊക്കെ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു തരുവാൻ, ഞങ്ങളുടെ ചെവികളെ തുറക്കുവാൻ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ വന്നവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹൃദയങ്ങളും ശാന്തമായി തീരുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കത്തക്ക വണ്ണം എല്ലാ ആത്മാവ് പരിശുദ്ധാത്മാവുമായി കർത്താവെ ഇണക്കി ചേർക്കുവാൻ ഇന്ന് രാത്രി കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ചെയ്യുന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ, അവിടുത്തെ ചിന്തകളൊക്കെ ഞങ്ങൾക്ക് ഇന്ന് രാത്രി കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ കർത്താവ് ഒരു കുഞ്ഞിനെ പോലെ, ശിശുവിനെ പോലെ അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. കർത്താവ്, വഴിയാത്രയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ കൂടെ ഞങ്ങൾ അവരും ചേരുവാൻ, ഒരുമിച്ച് പഠിപ്പാനൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവെ, അങ്ങ് കൂട്ടിച്ചേർക്കുന്ന കൃപക്കായി സ്തോത്രം ചെയ്യണം. ഒരു വട്ടം കൂടെ ഏൽപ്പിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ദൈവരാജ്യമാണ്. അതിൽ ദൈവരാജ്യത്തിൽ രണ്ട് വ്യത്യസ്തമായ ജീവിതമുണ്ടെന്ന് പഠിച്ചു. ജനനമുണ്ട്. ആ ജനനത്തിൽ രണ്ട് വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ ആവശ്യമാണെന്ന് നമ്മൾ കണ്ടായിരുന്നു. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അകത്തെ മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ മന്നയെക്കുറിച്ചാണ്. എങ്ങനെയാണ് അകത്തെ മനുഷ്യൻ ജീവിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നാം കുറച്ച് 1-2-3 ക്ലാസ്സായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് ആൾക്കാരൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക്, ഈ ബൈബിൾ സ്റ്റഡി നിങ്ങൾക്ക് എത്ര പേർക്ക് ഉപകാരമാവുന്നുണ്ട്? സത്യമായിട്ട് ഞാൻ ചോദിക്കാം നിങ്ങളോട്, കട്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലേ? ഇത് ആർക്ക് ഗ്രഹിക്കാൻ കഴിയും? അല്ലേ? എന്ന് യേശുവിനോട് ശിഷ്യന്മാർ ചോദിച്ചതുപോലെ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഒരിക്കലും കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് ദഹിക്കാത്തതുകൊണ്ടായിരിക്കും, അല്ലേ? ഒരിക്കലും അങ്ങനെ ഇവിടെ ഇരിക്കുന്ന ആർക്കും അങ്ങനെ തോന്നിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏറ്റവും മനോഹരമായി തന്നെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ദൈവരാജ്യമെന്നും എന്താണ് വീണ്ടും ജനനമെന്ന് പോലും നമുക്ക് വളരെ വ്യക്തമായിട്ട് കർത്താവ് പഠിപ്പിച്ചു. അകത്തെ മനുഷ്യനല്ല വീണ്ടും ജനിക്കുന്നത്, അല്ലേ? ലൈവ് ആകുന്നെങ്കിൽ പോലും നമ്മുടെ ഹൃദയത്തിനകത്താണ് വീണ്ടും ജനനം സംഭവിച്ചിരിക്കുന്നതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. നിങ്ങൾക്ക് ഫോണിലൂടെ ബന്ധപ്പെടാം. സംശയങ്ങൾ തീർത്ത് പോകുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും. നമ്മുടെ ഹൃദയത്തിന് ഒരിക്കലും സംശയം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്തത് വന്നേക്കാം. യേശുവിൻ്റെ ശിഷ്യന്മാർ, അല്ലെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന ആൾക്കാരും പറയുന്നു, ഇത് കഠിന ഉപദേശം, ഞങ്ങൾക്ക് അതിനെ ഗ്രഹിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ ഉണ്ട് ആൾക്കാരൊക്കെ. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് വിളിച്ചു ചോദിക്കാം. നിങ്ങൾക്ക് ഒരു കാരണവശാലും അത് എന്താ പറയുക, സംശയം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അതുമേൽ പിശാചിന് ഇടപെടാൻ എന്താ പറയുക ആ ഒരു അവസരം നമ്മൾ തന്നെ ഒരുക്കി കൊടുക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അകത്തെ മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ മന്നയെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് മന്നയുടെ ആവശ്യം എന്നതിനെക്കുറിച്ചൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മത്തായി 6-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെ നമ്മൾ പഠിച്ചത്, അല്ലേ? ഇവണ്ണം പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞിട്ട് കർത്താവ് നമ്മെ പഠിപ്പിച്ചു 3 കാര്യങ്ങളാ. ദൈവനാമ മഹത്വം ഉണ്ടാകണം. നമ്മുടെ ജീവിതം, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ പ്രസംഗം, നമ്മുടെ ജീവിതം എല്ലാ മേഖലകളിലും ഒന്നാമത്തെ കാര്യം ദൈവനാമം മഹത്വം എടുക്കണം. ഇല്ലാത്തതെല്ലാം നമ്മുടെ നാമമാണ് അവിടെ ഉയരെങ്കിൽ, നമ്മുടെ പ്രശസ്തി, നമ്മുടെ ആഗ്രഹങ്ങൾ ഉയർന്നെങ്കിൽ അതൊരിക്കലും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് മാനുഷികമാണ് എന്ന കാര്യം മറന്നു പോകരുത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ സംസാരിച്ചതാണ്, ദൈവത്തോട് ഏറ്റവും എതിർത്ത് നിൽക്കുന്ന ആൾക്കാർ, ശത്രു എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. കാരണം ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശത്രു എന്ന് പറയുന്ന മനുഷ്യനാ. സാത്താൻ ദൈവത്തിൻ്റെ സൃഷ്ടിയല്ല. ദൈവസൃഷ്ടിയാണ്. ദൈവത്തിൻ്റെ സാദൃശ്യവും ദൈവത്തിൻ്റെ സ്വരൂപമല്ല. ദൈവം ത്രിയേകനായിരിക്കുന്നത് പോലെ മനുഷ്യനും ത്രിയേകനാണ്. സാത്താൻ സ്പിരിച്വൽ ബീയിങ്, ആത്മീയ സൃഷ്ടികൾ മാത്രമാണ് സാത്താനും മറ്റെല്ലാ സൃഷ്ടികളും. നമുക്കറിയാം, ഭൂമിയിലെ സകല പക്ഷി മൃഗാദി ഇഴജാതികളെല്ലാം ദേഹവും ദേഹിയും മാത്രമുള്ളവരാ. ആ ദേഹിക്ക് പോലും അത് ആത്മാവില്ലാത്തത് കൊണ്ട് അത് എന്താ പറയുക, നിത്യമായതല്ല. നല്ല വാക്കും അത് തന്നെയാണ്, നിത്യമായതല്ല. നമ്മുടെ സോൾ നിത്യമാകാൻ കാരണമെന്നത് എന്തുകൊണ്ടെന്നറിയാമോ? പട്ടി, പൂച്ച, കോഴി, താറാവ് എല്ലാ ഇഴജാതി പക്ഷി മൃഗാദി ഇഴജാതികൾക്കെല്ലാം സോളുമുണ്ട്, ബോഡിയുമുണ്ട്, അല്ലേ? ദേഹിയും ദേഹവുമുണ്ട്. മനുഷ്യനും ദേഹവുമുണ്ട്, ദേഹിയും ദേഹവുമുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് മനുഷ്യൻ നിത്യമാകുന്നത്, അല്ലെങ്കിൽ നശിക്കാതിരിക്കുന്നതും മറ്റു പക്ഷികളൊക്കെ അല്ലെങ്കിൽ ഇഴജാതികളൊക്കെ നശിച്ചു പോകുന്നതും? അവർക്ക് ദേഹിയുണ്ടല്ലോ. അവർക്ക് നമ്മുടെ അകത്തേക്ക് ആത്മാവ് വന്നപ്പോഴാണ് നമ്മുടെ ദേഹി നിത്യമായി തീർന്നത്.
എന്ന കാര്യം മറന്നു പോകരുത്. നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പഠിച്ച് നിങ്ങൾക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് മനുഷ്യൻ നിത്യനായി മാറുന്നത്. ആത്മാവ് ഉള്ളത് കൊണ്ടാണ് നിത്യനായി മനുഷ്യൻ മാറുന്നത്. അതുകൊണ്ട് മറ്റ് ഏത് മൃഗങ്ങളെക്കാൾ ഏറെ മനുഷ്യനാണ് ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ. നമുക്കറിയാം, ദൈവവും മനുഷ്യനും തമ്മിൽ അല്പം മാത്രമേ അകലമുള്ളൂ. എബ്രായ ലേഖന കർത്താവ് പറയുന്നതും സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവർ ദൈവത്തെക്കാൾ അല്പം താഴ്ത്തി, ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി. എന്താണ് രണ്ടുപേർക്കും നമ്മളിൽ നിന്ന് എന്താ മാറ്റമുള്ളത്? ദൂതന്മാർക്കും ദൈവത്തിനും എന്താ നമ്മളിൽ നിന്ന് മാറ്റമുള്ളത്? ഈ പൊടി മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന പൊടി മാത്രമേ അകലമുള്ളൂ. ഞാൻ അതാ പറയുന്നത്, ശ്വാസം അകലം മാത്രമേ ഉള്ളൂ. ഇതൊന്ന് വിട്ട് കിട്ടിയാൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും തലത്തെത്തിപ്പെടും അല്ലേ? അതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ വിട്ടുപോകരുത്. അതുകൊണ്ട് ദൈവത്തോട് എപ്പോഴും മത്സരിച്ച് നിൽക്കുന്ന മനുഷ്യൻ തന്നെയാണ് ദൈവത്തോട്. അല്ലാതെ അവരെല്ലാം സ്പിരിച്വൽ ബീയിങ്ങാ. സാത്താന സൈന്യങ്ങളൊക്കെ സ്പിരിച്വൽ ബീയിങ്ങാ. അവർക്ക് ഒരു ആത്മീയ തലം മാത്രമേ ഉള്ളൂ. നമുക്കതല്ല. നമുക്ക് ദൈവത്തോട് പോലെ പിതാപുത്ര പരിശുദ്ധന്മാവായിരിക്കുന്ന പോലെ നമ്മൾ ദേഹി ആത്മാവായിരിക്കുക. അതുകൊണ്ട് ദൈവത്തോട് ഏറ്റവും അധികമായി ശത്രുവായി നിൽക്കാൻ, മത്സരിക്കുവാൻ ഏറ്റവും നല്ല ഭൂമി പ്രപഞ്ചത്തിൽ ഒരു സൃഷ്ടി മാത്രമേ ഉള്ളൂ. അത് ദൈവത്തിൻ്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട നാം മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് മറന്നു പോകരുത്, ദൈവത്തോട് ഏറ്റവും പറ്റി നിൽക്കാൻ ആ ദൈവം നമ്മെ വിളിച്ചിരിക്കുക. ഒരിക്കൽ പോലും ചിന്ത കൊണ്ടുപോലും നമ്മൾ ഒരിക്കലും മത്സരിക്കരുത് എന്ന് ഞാൻ നിങ്ങളോടൊക്കെ ഈ രാത്രി നിങ്ങളോട് ഞാൻ പ്രബോധിപ്പിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, വചനത്തിന് മാറ്റമില്ല. സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകം അല്ലേ? സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന, നമ്മെ ന്യായം വിധിച്ച് നമുക്കറിയാം. പിന്നീട് ഞാൻ പഠിക്കും അതിനെക്കുറിച്ച്. ആകാശവും ഭൂമിയും എല്ലാം കത്തിക്കരച്ച ശേഷം ഈ ശൂന്യതയിൽ തന്നെ സിംഹാസനം കെട്ടി ന്യായാധിപനായി കർത്താവ് അവിടെ ഇരുന്ന് വാഴുമ്പോൾ, അല്ലെങ്കിൽ അവിടെ നിന്ന് ന്യായം വിധിക്കുമ്പോൾ, അവിടെയും ഇതേ പുസ്തകം തന്നെ വെളിപ്പെടാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? ഈ ആകാശവും ഭൂമിയൊക്കെ നഷ്ടപ്പെട്ട് കത്തി അഴിഞ്ഞ ശേഷം നിത്യതയിൽ അല്ലെങ്കിൽ ശൂന്യതയിൽ തന്റെ സിംഹാസനം കെട്ടി ന്യായാധിപനായി അവൻ അവിടെ ഇരിക്കുമ്പോൾ, ആ പുസ്തകം തുറന്ന് നമ്മളെ ന്യായം വിധിക്കാൻ പോകും. മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയൊക്കെ ന്യായം വിധിക്കാൻ പോകുന്നത് ഈ ഒറ്റ പുസ്തകത്തിൽ നിന്നാ. ഏത് പുസ്തകമാ? നമ്മുടെ കയ്യിരിക്കുന്ന പുസ്തകത്തിൽ നിന്നാ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് വിഷയം. നമ്മൾ ഒരിക്കൽ പോലും ദൈവജനത്തിലുണ്ടോ എന്ന് മാത്രം, ഞാനല്ല ഇവിടെ ശുശ്രൂഷിക്കുന്ന ഏത് ദാസന്മാരാണെങ്കിലും അവർ പ്രസംഗിക്കുന്നത് നിങ്ങളുടെ പുസ്തകത്തിലുണ്ടെങ്കിൽ ആമേൻ തന്നെ പറഞ്ഞേ മതിയാകത്തുള്ളൂ. കാരണം ആമേൻ പറഞ്ഞില്ല എങ്കിൽ നമ്മൾ ദൈവത്തോടാണ് മത്സരിക്കുന്നത്, ദൈവത്തിന്റെ ശത്രുവായി മാറുകയാണ്. ദൈവവചനത്തിൽ നിന്ന് ഒരു വ്യക്തി ശുശ്രൂഷിക്കുമ്പോൾ ആ വചനത്തോട് ആമേൻ പറയാതെ അവൻ വിങ്ങളിച്ചാൽ അല്ലെങ്കിൽ മത്സരിച്ചാൽ സത്യം പറഞ്ഞ ദൈവത്തിന്റെ ഏറ്റവും വലിയ ശത്രുവായി തീരുന്നത് നാം ഓരോരുത്തരുമാണ്. പ്രത്യേകിച്ച് പെന്തക്കോസുകാരാ ഏറ്റവും അധികമായി ശത്രുക്കളായി ദൈവത്തിന്റെ ശത്രുവായി മാറുന്നത്. കാരണം ദൈവജനത്തിൽ നിന്നാണ് നമ്മൾ ശുശ്രൂഷിക്കുന്നത്. ഇവിടെ ഞങ്ങളെല്ലാവരും ശുശ്രൂഷിക്കുന്ന ആരുമാകട്ടെ, എല്ലാവരും ദൈവജനമാണ് പ്രസ്താവിക്കുന്നത്. അത് നിങ്ങളുടെ പുസ്തകത്തിലുണ്ടോ എന്ന് മാത്രം പരിശോധിച്ച്, അത്രയോ അകലം മാത്രമേ ഉള്ളൂ നമ്മൾ തമ്മിൽ അല്ലേ? പറയുന്നത് നിങ്ങളുടെ പുസ്തകത്തിലുണ്ടെങ്കിൽ ആമേൻ തന്നെ പറയണം. മറ്റു ആരെങ്കിലും പറഞ്ഞത് കേട്ട് അതങ്ങനെയാ ഇതിങ്ങനെയാ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവദാസന്മാർ ലോകത്ത്, അതുകൊണ്ട് കർത്താവ് പറഞ്ഞില്ലേ, ഒട്ടനവധി പേർ എൻ്റെ പേരെടുത്ത് വന്ന് നിങ്ങളെ ചതിക്കും വഞ്ചിക്കും എന്ന് പറഞ്ഞത്. അവർ പലതും പറയും, അതൊക്കെ നിങ്ങൾ കേട്ട് കാണും. അങ്ങനെ ആര് പറഞ്ഞു അല്ലേ? അവരങ്ങനെ പറഞ്ഞു, ഞങ്ങളിങ്ങനെ നടത്തി. ഒന്നും ഇവിടെ നമുക്ക് എക്സ്ക്യൂസ് ഒന്നുമില്ല. ഒറ്റക്കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ പറയുന്നത് ആര് പ്രസംഗിച്ചാലും നിങ്ങളുടെ പുസ്തകത്തിലുണ്ടോ എന്ന് മാത്രം പരിശോധിക്കുക. ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞിരിക്കണം. പറഞ്ഞില്ലെങ്കിൽ നമ്മോടല്ല, ഇവിടെ ശുശ്രൂഷിക്കുന്നവരോടല്ല നിങ്ങൾ മത്സരിക്കുന്നത്, ദൈവത്തോടാണ്. ഈ സത്യം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേട്ടിരിക്കണം. കാരണം ഒരിക്കൽ പോലും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ദൈവത്തിന്റെ ശത്രുവാകരുത് എന്ന് പ്രത്യേകമായി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. കാരണം മനുഷ്യനാണ് ഏറ്റവും വലിയ ശത്രു. ഒരു വചനത്തോടൊന്ന് എന്താ പറയുക, മുഖം തിരിച്ചു കളഞ്ഞാൽ, ഇതെന്തെന്ന് ഇങ്ങനെ പറഞ്ഞാൽ മാത്രം മതി. പുസ്തകത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഓക്കെ സമ്മതിച്ചു. പക്ഷെ ഉണ്ടെങ്കിൽ അത് നമ്മളെ വലിയ ഒരു പരാജയത്തിലേക്ക് നമ്മെ നടത്തുവാൻ ഇടയുണ്ട് എന്ന കാര്യം നിങ്ങൾ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഒരിക്കലും കൂടി ഓർപ്പിക്കുക. അതുകൊണ്ട് നാം പഠിച്ച വാക്യത്തിലേക്ക് കടന്നു വരാം. മത്തായി 4:4. അതിനവൻ മനുഷ്യൻ എന്ന് എഴുതിയിരിക്കുന്ന നമുക്കറിയാം. 8-ാം അധ്യായം 2-ാം വാക്യത്തില ആവർത്തന പുസ്തകം നമുക്കറിയാം. അവിടെ അപ്പോൾ വചനം കൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് അവിടെ കർത്താവ് പഠിപ്പിക്കുകയാണല്ലേ. നമുക്ക് എന്ന് പറഞ്ഞ് പണിയൊന്നും എടുക്കണ്ട അല്ലേ?
അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. വചനം കൊണ്ട് എങ്ങനെ ജീവിക്കാം, എങ്ങനെ നടക്കാം, എങ്ങനെ എതിർക്കാം എന്നൊക്കെയാണ് ഈ പറയുന്ന അർത്ഥം. അല്ലാതെ നമുക്ക് നമ്മുടെ ശരീരത്തിന് നിലനിൽപ്പിന് വേണ്ടിയാണ് ഈ കാണുന്ന എല്ലാ പുട്ടും കടലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഇതിന് വേണ്ടിയാ. ഓർമ്മയുണ്ടല്ലോ അല്ലെ? മൂന്ന് ജീവനെ കുറിച്ചൊക്കെ നാം പഠിച്ചാണ്. ബയോസും സൂഖയും സ്വയൊക്കെ ജീവനെ കുറിച്ചൊക്കെ പഠിച്ചതാണ്. അതിന് ഭക്ഷണം ആവശ്യമാണ്, എല്ലാം പഠിച്ചു കഴിഞ്ഞ കാര്യം. അതുകൊണ്ട് ഇതെങ്ങനെ ജീവിക്കാമെന്നുള്ളതാണ് നമ്മുടെ വിഷയം, അല്ലേ? അതാണ് ഇവിടുത്തെ വിഷയം. എങ്ങനെ നമുക്ക് ജീവിക്കാം, എങ്ങനെ നമുക്ക് നമ്മുടെ പ്രതിസന്ധികളെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാമെന്ന് പഠിപ്പിക്കുകയാണ് കർത്താവ് ഇവിടെ, അല്ലേ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നു എന്ന് നമ്മൾ കഴിഞ്ഞു. അത് മറ്റൊന്നുമല്ല, കർത്താവ് നമുക്ക് തരുന്ന റേമ വചനങ്ങളാണെന്ന് നമുക്കറിയാം. അത് നമുക്ക് കഴിഞ്ഞ ദിവസം ഇത് വായിച്ചാണ് നമ്മൾ നിർത്തിയത്, അല്ലേ? നമുക്കറിയാം. മത്തായി 4-ാം അധ്യായത്തിൽ കർത്താവ് 1 മുതൽ 11 വരെ പഠിക്കുമ്പോൾ, യേശു കർത്താവ് ഉപവാസം കഴിഞ്ഞ് ഒരു തിരിച്ച് മടങ്ങി വന്നിട്ട് മടങ്ങി വരുന്ന തൊട്ട് മുമ്പായിട്ട് 3 പ്രാവശ്യം ഞാൻ കളർ ചെയ്തിട്ടുണ്ട്. 3 പ്രാവശ്യമായിട്ട് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന നമുക്കറിയാൻ കഴിയും. അവിടെ ഇങ്ങനെയാണ്: അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ പരിശുദ്ധാത്മാവ് ഇങ്ങോട്ട് നടത്തി, മരുഭൂമിയിലേക്ക് നടത്തി. അപ്പോൾ എന്നും ഓർത്തേക്കണം, എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വെളിപ്പാട് കിട്ടിയാൽ, അല്ലെ, വചനം വായിച്ചപ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് പരിശുദ്ധാത്മാവ് വചനം ഓടിക്കൊണ്ടുവന്നാൽ ഓർത്തേക്കണം, അന്ന് എവിടെയെങ്കിലും അതിന് ശോധന നമുക്കുണ്ടാകാം, അല്ലേ? ഈ എല്ലാ ദിവസവും വചനം വായിക്കുന്നവരാ നമുക്കറിയാം. ഡെയിലി ബ്രെഡ് നമ്മൾ എത്ര പേർ ഡയറിയൊക്കെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്? ഞാൻ പറഞ്ഞ മറ്റേ ഡയറി അല്ല, മറ്റേ ഡയറിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ബൈബിൾ വായിക്കുമ്പോൾ ഡയറിയും പേനയുമായിട്ട്, അല്ലെങ്കിൽ പ്ലേറ്റും സ്പൂണുമായി എത്ര പേർ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്? ആരും ഇരിക്കാൻ തുടങ്ങിയിട്ടില്ല, വളരെ കുറച്ച് പേർ മാത്രം. വളരെ ഇമ്പോർട്ടൻ്റ് വിഷയമാണ് നിങ്ങളോട് പറയുന്നത്. പുതിയ നിയമസഭയുടെ മെയിൻ സാധനമായി നിങ്ങളോട് സംസാരിച്ചത് കഴിഞ്ഞ ആഴ്ച കുറച്ച് പേരൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ദൈവത്തിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഒരുപാട് എൻ്റെ വീട്ടിൽ വന്നെങ്കിൽ കാണാം, ഒട്ടനവധി നോട്ട്ബുക്കുകളും ഡയറികളും ഡെയിലി എഴുതി കൂട്ടുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴൊക്കെ ഇപ്പത്തിരി കുറവാണ്, വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മറ്റു ആവശ്യങ്ങളൊക്കെ ആയിട്ട്, ഈ മിനിസ്ട്രിയുടെ മറ്റു ആവശ്യങ്ങളായിട്ട് പോകുന്നതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞ വിഷയം, അന്നുള്ള മന്ന പിറക്കി കഴിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തേക്കണം, ഇത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എന്ന ദിവസം 24 മണിക്കൂറിനിടയിൽ അത് ചോദിക്കപ്പെടും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അതിന് വിപരീതമായി പിശാച് പ്രവർത്തികൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അവിടെ നിങ്ങൾ പതറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്, വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഡെയിലി ബ്രെഡ് നമുക്ക് തരുന്നത്. നിങ്ങൾ മറന്നു പോകരുത്. അത് വളരെ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം നിങ്ങൾ ചെയ്യുക. ബൈബിൾ വായിക്കുക, വായന മസ്റ്റാണ്. ബൈബിൾ വായിക്കുമ്പോൾ ഒരു പുസ്തകവും ഒരു പേനയും എടുത്തു വെച്ചില്ലെങ്കിൽ ദൈവം ഒരിക്കലും നിങ്ങൾക്ക് തരില്ല എന്ന് ഞാൻ അടിവരയിട്ട് ഞാൻ പറയാം. കാരണം വായിച്ചിട്ട് ഈ പൊട്ട ബോക്സിനകത്ത് നിങ്ങൾ ഉൾക്കൊള്ളിക്കാമെന്ന് വിചാരിച്ചാൽ, ഞാൻ ഒരു സത്യം പറയാം, വെറുതെ വ്യാമോഹം മാത്രമായിരിക്കും. വായിച്ചിട്ട് ഇതിനകത്ത് ഞാൻ സ്റ്റോർ ചെയ്തോളാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ വെറും വ്യാമോഹം മാത്രമായിരിക്കും അത്. കാരണം നിപ്പിന് കിട്ടിയിട്ട് വണ്ടി ഒന്ന് ഒതുക്കാൻ പോകുന്ന സമയത്തിനുള്ളിൽ പറവ വന്ന് കൊത്തിക്കൊണ്ട് പോകുന്നതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുക, അങ്ങനെ എന്തെങ്കിലും വലിയ അഹങ്കാരങ്ങൾ നമുക്ക് എന്തെങ്കിലും തോന്നിയാൽ അത് വെറുതെ ബാലിശമാണേ. കാരണം തരുമ്പോൾ തന്നെ എഴുതി വെക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഒരുപാട് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരു വണ്ടി ഒന്ന് ഒതുക്കുവാൻ പോലും, ഇല്ലെങ്കിൽ തണലത്തേക്ക് വണ്ടി ഒതുക്കാൻ പോകുന്ന സമയത്തിനുള്ളിൽ അകത്ത് വന്ന വെളിപ്പാട് മാഞ്ഞു പോയതൊക്കെ എനിക്കറിയാം. പിന്നീട് നമുക്ക് കിട്ടും, കർത്താവ് തരും, അത് വേറെ കാര്യം. അത് ദൈവത്തോട് ഒരുപാട് നിലവിളിക്കേണ്ടി വരും. കർത്താവ് തന്നത് പോയി, സോറി എന്ന് പറഞ്ഞ് നിലവിളിക്കേണ്ടി വരും, അവസ്ഥ വരും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾ ഡയറിയും പേനയും എടുത്ത് ശീലിക്കുക. ഒരു കുഞ്ഞിനെ പോലെ പ്ലേറ്റ് സ്പൂണുമായിരുന്നാൽ അമ്മ അവർക്ക് ഭക്ഷണം കൊടുക്കും, ഇല്ലെങ്കിൽ ഒരിക്കൽ പോലും ഭക്ഷണം കിട്ടില്ല. പിന്നെ അത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്മൾ തപ്പിപ്പറക്കി എന്തെങ്കിലും ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ, കൊത്തിപ്പറക്കി, അല്ലേ, ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യഥാർത്ഥമായ ക്രിസ്തു ജീവിതത്തിലേക്ക് പോകാൻ കഴിയില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു വട്ടം കൂടി ഓർപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ വിഷയത്തിൽ കടന്നു വരാം. ഹല്ലേലൂയ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിന്റെ ആത്മാവ് മരുഭൂമിയിലേക്ക്. കാരണം അപ്പോൾ കഴിഞ്ഞ 40 ദിവസം അല്ലെങ്കിൽ ചില ദിവസങ്ങളായി പിതാവിൽ നിന്ന് കർത്താവ് പ്രാപിച്ചു കൊണ്ടിരിക്കുക. പിതാവിൽ നിന്ന് ആ പ്രാപിച്ചതിൻ്റെയൊക്കെ ഒരു ടെസ്റ്റ് ഉണ്ട്, പരീക്ഷയുണ്ട്, അല്ലേ? നമുക്കുണ്ടല്ല, ടെസ്റ്റ് ഉണ്ട്. കട്ടി കൂടും. 1-ാം ക്ലാസ്സിലെ പറയല്ല 5-ാം ക്ലാസ്സിൽ വരുമ്പോൾ. 5-ാം ക്ലാസ്സിൽ അല്ലെ ABCDFG ഒന്നുമല്ല 10-ാം ക്ലാസ്സിൽ, അല്ലെ ഡിഗ്രിക്കൊക്കെ വരുമ്പോൾ സൂര്യനെ ചുറ്റും എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് പല സാധനങ്ങളാണ് കോസ്റ്റ് കട്ടി കൂടുകയാണ് നമുക്ക്. അപ്പോൾ നമ്മുടെ ആത്മീയ വളർച്ച അനുസരിച്ച്
നമ്മുടെ ചോദ്യ പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കട്ടി കൂടിക്കൊണ്ടിരിക്കും. അത് മറന്നു പോകരുത്. നമ്മുടെ വളർച്ചയ്ക്കനുസരിച്ച്. പിന്നെ വിശ്വാസി വന്നിട്ട് 25 വർഷമായാലും തറയും പറയും അതും ചെയ്യുന്ന ആൾക്കാർ നമുക്കറിയാം അല്ലേ? കാരണം അവർ 1-ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ചിട്ട് പോലുമില്ല അല്ലേ? പരിശോധനകൾ വരുമ്പോൾ പതറി വീഴുകയാണെങ്കിൽ ഇന്ന് നമ്മൾ 1-ാം ക്ലാസ്സിൽ തന്നെ. അത് 25 വർഷമാണെങ്കിലും 1-ാം ക്ലാസ്സിൽ പഠിക്കാം. മീശയൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് 1-ാം ക്ലാസ്സിൽ പഠിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുള്ളതേക്ക്. അപ്പം അതുകൊണ്ട് ഇത് അതിനു വേണ്ടിയാണ് ഈ ഡെയിലി ബ്രെഡ് നമുക്ക് തരുന്നത്. പരിശോധിക്കപ്പെടുമ്പോൾ അവിടെ ജയിക്കുമ്പോഴാണ് റിസൾട്ട് വരുന്നത്. റിസൾട്ട് വരുമ്പോഴാണ് അടുത്ത ഗ്രേഡിലേക്ക് ദൈവം നമ്മെ മാറ്റുന്നത് അല്ലേ? അതുകൊണ്ട് മറന്നു പോകരുത്. വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ വായിക്കുന്ന വചനത്തിനും ശോധനകളുണ്ട്. ആ ശോധനയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തിക്കൊണ്ടുപോയി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം അകത്തെ കയറി വന്നാൽ അതിൻ്റെ പുറകെ എന്തും കൂടി വരും? ഒരു ടെസ്റ്റും കൂടി ഉണ്ടല്ലേ? ഒരു വിശപ്പ് വന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ അകത്തൊരു മോഹം വന്നാൽ, അല്ലെങ്കിൽ ഒരു ആഗ്രഹം പൊങ്ങി വന്നാൽ, ഒരു ജഡയിച്ച പൊങ്ങി വന്നാൽ ഓർത്താൽ മതി, അതിൻ്റെ പുറകെ വേറൊരുത്തരും കൂടി വരും. സുഖമാണോ എന്ന് ചോദിച്ചിട്ടില്ലേ? സുഖമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഹായ് നീ എവിടെ പോകുന്ന ഹവേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുത്തൻ വരും. നീ എന്താ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പതിയെ കുശലം പറയാൻ തുടങ്ങും അല്ലേ? ഞാൻ പറയുന്നത് പിന്നീട് പഠിക്കും. നമ്മുടെ ചിന്തയിൽ നിന്നാണ് വിശുദ്ധിയും അശുദ്ധിയും നിത്യതയും മരണവും ജീവനൊക്കെ ആരംഭിക്കുന്നത്. അതിനകത്ത് വാക്ക് ഇൻ ദ സ്പിരിറ്റ്, എങ്ങനെയാണ് ആത്മാവിനെ നടക്കാമെന്നുള്ളത് പിന്നീട് പഠിക്കുന്നതിനെ കുറിച്ച്. അപ്പോൾ ആ ചിന്തയിലാണ് പിശാച് നമുക്ക് കൊണ്ട് കിട്ടുന്നത് അല്ലേ? അപ്പോൾ തന്നെ ഫോൺ കോളിൽ കൂടി നമുക്ക് പലതും അഭിപ്രായങ്ങളും പല ചിന്തകളൊക്കെ നമുക്ക് തരും. അഭിപ്രായങ്ങളെല്ലാം എടുത്തേക്കരുത്. എത്ര വലിയ സ്വന്തക്കാരാകണം, എത്ര വലിയ ആൾക്കാരാണെങ്കിലും നമുക്ക് അതുകൊണ്ട് വചനത്തിന്റെ പ്രാധാന്യം ഇരിക്കുന്നത്. വചനത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് കേൾക്കുന്ന ഉപദേശങ്ങൾ ദൈവികമല്ലെങ്കിൽ അതൊരിക്കലും എടുക്കാൻ പാടില്ല, എത്ര വലിയ ആൾക്കാരാണെങ്കിലും അല്ലേ? അപ്പൊ അതുകൊണ്ട് മരുഭൂമിയിലെ കടത്തി 40 രാവും 40 പകലെ കഴിഞ്ഞപ്പോൾ യേശുവിനെ വിശക്കാൻ തുടങ്ങി. വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്നിട്ട് നീ അടുത്ത ചോദ്യം എന്താ അറിയാമോ? നമ്മളെ കുടുക്കുന്ന ചോദ്യമാണ്. ഇവിടെയാണ് നമ്മൾ ഡെയിലി ബ്രെഡിനെ കുറിച്ച് പറഞ്ഞു വരിക. ഇവിടെയാണ് കുടുക്കുന്ന ചോദ്യം. നീ ദൈവപുത്രനെങ്കിൽ അല്ലേ? നമ്മൾ പറഞ്ഞു അങ്ങ് പെന്തക്കോസ്തുകാരാ, പിന്നെ അല്ലേ ഞാൻ പാസ്റ്ററാന്നൊക്കെ പറഞ്ഞോളെ, നമ്മളാണ് ഈ സ്ഥാനത്തെങ്കിൽ നീ സംശയമാണോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ രണ്ട് അന്യഭാഷയൊക്കെ പറഞ്ഞു കളയും. കാരണം ചോദ്യം എന്നറിയാമോ? കുടുക്ക് ചോദ്യം അവൻ്റെ. നീ ദൈവപുത്രനെങ്കിൽ അപ്പം ഞാൻ എന്നെ സ്വയം പൊങ്ങി വരും. ആദ്യം നമ്മുടെ ജീവിതത്തിൽ ആദ്യം മനസ്സാന്ന് അറിയാമോ? നമുക്ക് ചോദ്യം വരുമ്പോൾ, നമ്മൾക്കൊരു ടെസ്റ്റ് വരുമ്പോൾ അല്ലേ, നീ ആണോ അല്ലെങ്കിൽ നീ അല്ലേ, നീ എന്തുകൊണ്ടാ പാസ്റ്റർ നിന്നെ മാറ്റിയിരുത്തിക്കുന്നത്? ചോദ്യം കണ്ട കറക്റ്റ് ചോദ്യമല്ലേ അല്ലേ? എന്തുകൊണ്ടാണ് നിനക്ക് ഈ ആഴ്ച അത് മിനിസ്ട്രി തരാതിരുന്നത്? ചോദ്യം വരികയാ അവിടെ. ആ കുടുക്ക് ചോദ്യത്തിന്റെ പിന്നിൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, അത് പൈശാചികമാണെന്നുള്ള കാര്യം. ഇവിടെയാണ് പിന്നീട് നമ്മൾ മാനുഷികമായി പിന്നീട് ആ ചോദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത ഇങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങും, വട്ടമിട്ട് കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓർത്താൽ മതി, നമ്മൾ ദൈവവചനം വിട്ട് നമ്മൾ പക്ക മനുഷ്യനായി മാറും. ഇപ്പൊ ഓർത്തു നോക്കിയേ, ദൈവത്തിന്റെ ശത്രുവായി മാറിക്കൊണ്ടിരിക്കും നമ്മൾ. ദൈവത്തിന്റെ ചിന്തകൾക്കും ആഗ്രഹങ്ങൾക്കൊക്കെ വിപരീതമായി നാം ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ ശത്രുവായി മാറുകയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഡെയിലി ബ്രെഡിന്റെ പ്രാധാന്യത അതാണ്. എത്രത്തോളം ഭക്ഷണം ആർത്തിയോടെ കഴിക്കുന്നുവോ അതുപോലെ നമുക്ക് തടിയും മണ്ണൊക്കെ വെച്ചാൽ, ഈ മണ്ണല്ലേ ഞാൻ പറയുന്നത് അല്ലേ, തടി മണ്ണൊക്കെ വെക്കണം അകത്തെ മനുഷ്യൻ. അതുകൊണ്ട് അകത്തെ മനുഷ്യൻ ബലപ്പെടണം. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നീതിയും ഉയരും വാഴമൊക്കെ അറിഞ്ഞുകൊണ്ട് ബലപ്പെടുമ്പോഴാണ് ഏത് ശോധനകളിൽ നമുക്ക് ജയിക്കാൻ കഴിയുന്നത്. ഡെയിലി ബ്രെഡ് ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? തലയുടെ അടിയിൽ പില്ലോയുടെ അടിയിൽ ബൈബിൾ വെച്ചത് കൊണ്ടോ അല്ലേ? നമ്മുടെ സ്റ്റഡി ടേബിളിൽ എല്ലാ ബൈബിൾ KJV NKJV അല്ലേ MBB എല്ലാ ബൈബിൾ നിർത്തി വെച്ചത് കൊണ്ട് ഒരു ഗുണവും ഇല്ല. ഇവിടെ ഒരു ഗുണവും ഇല്ലത് അല്ലേ? ഈ സാധനം എഴുന്നേറ്റിട്ട് നമ്മുടെ ബൈബിളിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഇതിനകത്ത് വന്ന് വാസം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അത് ഗുണം ആരംഭിക്കുന്നത്. എന്നിട്ടും ടെസ്റ്റ് ഉണ്ട് അവിടെ അല്ലേ? പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞത്? അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. ഇവിടെയാണ് ഡെയിലി ബ്രെഡിന്റെ പ്രാധാന്യം ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ തളർന്നു പോകും. നമ്മൾ തന്നെ നോക്കിയാൽ മതി അല്ലേ? എന്തോരം പരിശോധന വന്നു, എത്ര വട്ടം വീണു, നമുക്ക് പിന്നെ പൊങ്ങി വരും, വീണ്ടും താഴേക്ക് പോകുന്നു. കാരണം നമ്മൾ പ്രാപിച്ച വചനം അത് ഉപകാരമായി വന്നില്ല. ബാക്കി ഓർമ്മയുണ്ടോ? എബ്രായലേഖനത്തിൽ പറയുന്നത് അത് ഉപകാരമായി വന്നില്ല. കഴിക്കുന്നുണ്ട് പക്ഷെ ഉപകാരമായി വരുന്നില്ല നമുക്കത്.
ഉപകാരം വരുന്ന അറിയാമോ? ഈ ചോദ്യം കുടുക്ക് ചോദ്യമാ. നീ ദൈവപുത്രനെങ്കിൽ, ആ ചോദ്യം എന്നാ അറിയാമോ? അവന് ദൈവത്വത്തെ അല്ല പരിശോധിച്ചത്. നമുക്ക് കറക്റ്റ് നമുക്കറിയാം, നമ്മളൊക്കെ വീണ്ടും ജനിച്ചവരാ. ഇതൊക്കെ ഒരു ദൈവപുത്രനുണ്ട്, നിത്യത മാത്രം കാക്ഷിച്ചിരിക്കുന്നവൻ, ഞെരങ്ങിക്കൊണ്ടിരിക്കുന്നവൻ ഇതിനകത്തുണ്ട്. അവനെതിരെ ഇതൊന്നും വലിയ പ്രശ്നമല്ലെന്നേ. പിന്നീട് നമ്മൾ പഠിക്കും, ഒന്ന് യോഹന്നാൻ ലേഖനം 3-ാം അധ്യായം 9-10 വാക്യം പഠിക്കുമ്പോൾ, ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു നാളും പാപം ചെയ്യുന്നില്ല. അവനിത് വിഷയമല്ല. അവനൊരു കുടുക്ക് ചോദ്യം കേട്ടാൽ അവന് സ്വയം പൊങ്ങത്തൊന്നുമില്ല. അവൻ ദൈവാനുരൂപനായ മനുഷ്യനാണ്. ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? ഈ ചോദ്യം ചോദിക്കുന്നത്, നീ ദൈവപുത്രനെങ്കിൽ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മനുഷ്യത്വത്തെ അവൻ ഇളക്കി വിടുന്നത് അല്ലേ? എൻ്റെ മനുഷ്യത്വത്തെ ഇളക്കി വിടുകയാണ് അവൻ. വീറിയപ്പെന്ന് പൊക്കിയെടുക്കുക. അപ്പോൾ എൻ്റെ മനസ്സ്, എൻ്റെ ചിന്തകൾ പൊങ്ങാൻ തുടങ്ങും. അപ്പോൾ കർത്താവ് യഹോവ ഞങ്ങളോട് കഴിക്കരുതെന്ന് പറഞ്ഞത് അതുകൊണ്ടായിരിക്കുമല്ലേ? മനസ്സാവുണ്ടോ? കഴിക്കരുതെന്ന് പറഞ്ഞത് അതുകൊണ്ടാ. സംഗതി പക്ക മനുഷ്യനായി മാറി. മനുഷ്യൻ അവന്റെ സ്വയം ഇളകാൻ തുടങ്ങി, അവൻ സ്വയത്തിലേക്ക് മാറാൻ തുടങ്ങി, ദൈവത്തിന്റെ കൽപ്പനകൾ വിപരീതമായി ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ദൈവത്തിന്റെ ശത്രുവായി മാറി. മനസ്സിലായി? ഇതുവരെ അവനൊരു ചിന്തയിൽ. അതുകൊണ്ടാ നമുക്ക് പിന്നീട് പഠിക്കും, എന്താ പറയാ, സ്പിരിച്വൽ വാർഫെയറെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ തീയമ്പാണ് നമ്മുടെ അകത്തേക്ക് ഇടുന്നത്. ഇതേ ചോദ്യം നോക്കിയേ, നീ ദൈവപുത്രനെങ്കിൽ. ഈ ഒരു ചോദ്യമാണ് എന്റെയും നിങ്ങളുടെയും അകത്തേക്ക് ഒരു ചെറിയ ചോദ്യം ഇടുന്നത്. അവന്റെ പക്കൽ വേറെ ആയുധമൊന്നുമില്ല, ആകെയുള്ള ആയുധം തന്ത്രമാണ്. തന്ത്രം. അവന്റെ പക്കൽ ഒരായുധവുമില്ല. അവന്റെ സകല ആയുധ വർഗങ്ങളും ക്രൂശിൽ വെപ്പിച്ചതാ. ജയോത്സവം കൊണ്ടാടിയ ക്രൂശിൽ കർത്താവ്. ഇനി ആകെ ഉള്ളത് തന്ത്രമാണ്. കുടുക്ക് ചോദ്യങ്ങൾ അല്ലെ? അല്ലെ, നല്ല വാക്കല്ലേ കുടുക്ക് ചോദ്യം. നമ്മളെ സ്വയത്തിലാക്കാൻ, പക്ക മനുഷ്യനാക്കി മാറ്റുവാൻ, ഹൃദയത്തിൽ നിന്ന് നമ്മുടെ നമ്മുടെ സ്വയത്തിലേക്ക് മാറ്റുവാൻ ഏറ്റവും നല്ല വാക്ക് അവന്റെ പക്കലുണ്ട്. ചോദ്യം യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുക, നീ ദൈവപുത്രനെങ്കിൽ. കാരണം നമ്മുടെ അകത്തും വീണ്ടും ജനിച്ച ദൈവപുത്രനുണ്ട്. അവനെ സംബന്ധിച്ചോളം ഇത് വിഷയമില്ല അല്ലേ? അവൻ ദൈവപുത്രനാണെന്ന് അവന് എല്ലാവരെക്കാളും അവനറിയാം. അവനാരും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവന് സാക്ഷാൽ ദൈവത്തിന്റെ വിത്താണവൻ. സംശയം ആർക്കാ? എനിക്കാ. സംശയം ആർക്കാ? എന്റെ സോളിനാണ്. എന്റെ ചതിമോഹങ്ങളാൽ വഷളായി പോയ പഴയ ആദാമ്യ പ്രകൃതിക്ക. ആദാമിന്റെ മകനാണ് ഈ പ്രശ്നം അല്ലേ? അവനെന്നും സംശയങ്ങൾ മാത്രമേ ഉള്ളൂ. അവന് ഉറപ്പില്ല, എന്നും വിശ്വാസമില്ല. അവന് ചോദിച്ചാലേ, ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ഒത്തിരി വരട്ടെ, നമുക്കറിയാം. അവന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് ഇളക്കി വിട്ടാൽ മതി. അവനിലേക്ക്. അതാണ് പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം അത് തന്നെയാ. പരീക്ഷ അടുത്ത് വന്നിട്ട് നീ ദൈവപുത്രനെങ്കിൽ, ഈ പരീക്ഷ പാമ്പ് മാത്രമല്ല കേട്ടോ, സാത്താൻ മാത്രമല്ല. സാത്താൻ മരുന്ന് മുഴുവനും നമ്മളിലൂടെയൊക്കെ വരും. സഹോദരന്മാരിലൂടെ, ഭാര്യയിലൂടെ, ഭർത്താവിലൂടെ, പാസ്റ്റിലൂടെയും വരും. വരുമെന്ന്. അവ എന്തൊക്കെയാണ്? ഏത് വിധത്തിലും വരും. സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ ഒന്ന് ജഡത്തിലേക്ക് മാറി നോക്ക്, അറിയാവുന്ന നാവുകൾക്ക് സ്ലിപ്പാവാൻ തുടങ്ങും. ഞാൻ പറഞ്ഞ മനസ്സിലായിക്കാണോ വിചാരിക്കുന്നത് നിങ്ങൾക്ക്? അതുകൊണ്ട് നീ ദൈവപുത്രനെങ്കിൽ ആ ചോദ്യത്തിന്റെ മുമ്പിൽ കർത്താവിന് നല്ലവണ്ണം. ഇവിടെയാണ് ആ ഡെയിലി ബ്രെഡിന്റെ പ്രാധാന്യം വരുന്നത്. അറിയാ, ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു അല്ലേ? നമുക്കറിയാം, നമ്മൾ പ്രാർത്ഥനക്കാരാ, കൽപ്പിക്കാനും അല്ലേ ഒക്കെ നമുക്കറിയാം. പക്ഷെ കർത്താവ്, സത്യത്തിൽ നമ്മറിയാം, കർത്താവ് നമ്മെ വിളിച്ചത്, ഈ ഒരു വെളിപ്പാട് നിങ്ങളുടെ അകത്ത് എപ്പോഴും സൂക്ഷിക്കുക. യേശുവിൻ്റെ ജീവിതം പഠിച്ച, നമ്മുടെ വിഷയമല്ല യേശുവിനെ കുറിച്ച്, യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് വേറെ സ്റ്റഡി ഉണ്ട് നമുക്ക്. യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിച്ചാൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും ആ കർത്താവിൽ അവിടത്തേക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. നിങ്ങൾ ആദ്യം ഒന്നറിയണം. യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും. യേശുവിൻ്റെ ജീവിതം അല്ലെങ്കിൽ എന്താ പറയുക, ആ 30 വർഷം വിട്ടേക്ക്, കാരണം ബാക്കിയുള്ള നമുക്ക് എടുത്താൽ മതി. 3.5 വർഷക്കാലം എടുത്താൽ, അല്ലെങ്കിൽ ബാക്കി ഏതും എടുത്താലെങ്കിൽ ഒരു ദിവസം പോലും, അല്ലെങ്കിൽ ഒരു മണിക്കൂർ പോലും, ഒരു മിനിറ്റ് പോലും കർത്താവ് തനിക്കായിട്ട് ജീവിച്ചിട്ടില്ല. നിങ്ങൾ ആ സത്യം തിരിച്ചറിയണം. കർത്താവ് നമ്മെ വിളിച്ചത്, നേരത്തെ പറഞ്ഞില്ലേ, ഈ കുറുതലേഖത്തിൽ വാക്കുണ്ട്, അവൻ നമ്മെ വിലക്ക് വാങ്ങിയിരിക്കുന്നു, നാം താന്താങ്ങൾക്കുള്ളവരല്ല, ദൈവത്തിന്റെ വകക്കാരാ. അത് ഇവിടെ ചോദ്യമുണ്ട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ യേശുവിന് തൊട്ട് മോളി പറയുന്നുണ്ട്, നല്ലവണ്ണം വിശപ്പുണ്ട് അല്ലെ? എവിടെ? അവന് വിശന്നു.
പക്ഷെ വിശക്കുമ്പോൾ നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ദൈവവചനത്തെ ദുരുപയോഗപ്പെടുത്തരുതെന്ന എൻ്റെയും, കർത്താവിൻ്റെ വചനം അങ്ങനെ പഠിപ്പിക്കുന്നത്, എൻ്റെയും അപേക്ഷ അത് തന്നെയാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. കാരണം അവിടെയാണ് നമ്മളെ വിളിച്ചവനിൽ ആശ്രയിക്കാൻ നമുക്ക് പഠിക്കുന്നത്. നമുക്ക് ശക്തിയുണ്ട്, പവറുണ്ട്, അഭിഷേകമൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ പ്രാപിച്ചെടുക്കാം, കൽപ്പിച്ചൊക്കെ എടുക്കാം നമുക്ക്. പക്ഷേ അത് ഇവിടെ നിന്ന് തൊണ്ടയിൽ നിറങ്ങുമ്പോൾ പ്രാണനിൽ വാള് വന്നിരിക്കും. ആവശ്യമുണ്ടോ? ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ദൈവത്തിന് വിപരീതമായി ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും അത് ഉപയോഗമായി തീരത്തില്ലെന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ പറഞ്ഞത് ഗ്രഹിച്ച് കാണുമായിരിക്കും അല്ലേ? ഇത്തിരി ഉയർന്ന ചിന്താഗതികൾ അതൊക്കെ. ശരിക്കും പറഞ്ഞു ഇവിടെ അത് തന്നെയാണ്. കർത്താവിനെ വിശന്നിരിക്കുക, പക്ഷേ ആ വിശപ്പിന് വേണ്ടി കല്ലിന് അപ്പമായി തീരുവാൻ കൽപ്പിക്കുവാൻ പറഞ്ഞപ്പോൾ ഒരിക്കലും കർത്താവ് അത് ചെയ്യുന്നില്ല. കാരണം വിളിച്ചവനിൽ ആശ്രയിക്കുവാൻ കർത്താവ് പഠിച്ചിട്ടുണ്ട്. വചനം കൊണ്ട് ജീവിക്കുവാൻ കർത്താവ് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, അതിനവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന്. അല്ലെ, ദൈവവചനത്തെ, ദൈവത്തിന്റെ ശക്തിയെ, അഭിഷേകത്തെ, ദൈവത്തെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി, ഞാൻ വീണ്ടും പറയുന്നു, നമ്മളൊരു വീട് വെക്കാൻ പോകുമ്പോഴോ ഒരു കാറ് മേടിക്കാൻ പോകുമ്പോഴോ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അല്ലേ, ഓരോ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും, ചെറിയ ആവശ്യങ്ങൾക്ക് പോലും നോക്കിയേ, നമ്മൾ ഈ ദൈവത്തിന്റെ ശക്തിയെയും ദൈവത്തിന്റെ അഭിഷേകത്തെയൊക്കെ ദുരുപയോഗപ്പെടുത്താതെ എടുത്തിരുന്ന ഞാൻ എൻ്റെ ചെറിയൊരു ഉപദേശം നിങ്ങൾ തരുന്നത്. ഇവിടെ കർത്താവ് അതിന് മറുപടി പറയുക, ആ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനൊരു ജീവിതം നമുക്കുണ്ട്. പിശാച് തന്ത്രങ്ങളുമായിട്ട് നമ്മുടെ അടുക്കൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഞാൻ എപ്പോഴും പറയാറുണ്ട്, മീൻ മേടിക്കാനൊക്കെ പോകുമ്പോഴും ചിലപ്പോൾ നമ്മൾക്ക് ചതി അല്ല പറ്റും. നമ്മൾ കർത്താവേ, അത് നമ്മൾ സംസാരമാണ്. ഒരു ചെറിയ എന്താ പറയുക, നമ്മൾ ആശ്രയിക്കുന്നവരുള്ള നമ്മുടെ ജീവിതത്തിന് ഒരു ജീവിത ഞാൻ അതല്ല പറയുന്നത്. നമ്മുടെ ഭൗതിക ചെറിയ എന്താ പറയില്ലേ, ഈ എന്താ പറയുക, ഇതുപോലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടെ എന്താ പറയുക, ഫാസ്റ്റിംഗ് ഇരിക്കുന്നത് സ്വർഗ്ഗ ദൈവത്തിന് അറിയാം. ഫാസ്റ്റിംഗ് കഴിയുന്നതേ ഉള്ളൂ. ആ സമയത്ത് വിശന്നപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്, അല്ലേ? അത് പൂർണ്ണമായിട്ടിലായി വരുന്നതേ ഉള്ളൂ. ആ സമയത്താണ് പിശാച് തന്ത്രങ്ങളുമായി കടന്നു വരുന്നത്. എന്ത് വാങ്ങട്ടെ, വേഗത്തിൽ വിട്ടു, നമ്മുടെ സമയം ഒരുപാട് മുന്നോട്ട് കടന്നു പോകുകയാണ്. കർത്താവ് ഒന്നാമത്തെ പരിശോധനയിൽ കർത്താവ് അവിടെ എഴുതി വെച്ചിരിക്കുക, എന്താ പറയുക, ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുമോ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. എന്ത് പിശാച് അവനെ അടുത്ത പരിശോധനയിൽ കൊണ്ടുപോകുകയാണ്. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവത്തിന്റെ ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക. ഇവിടെയും ചോദ്യം, എൻ്റെ ദൈവത്വത്തെ അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക, എന്നിലുള്ള പുതുമനുഷ്യനെ, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ യേശുവിനെ അറിയാം, യേശു ദൈവപുത്രനാണെന്ന് അറിയാം, സാക്ഷാൽ ദൈവമാണെന്ന് അവനറിയാം. അതല്ല സത്യത്തിൽ ആ ദൈവപുത്രനായിട്ട് അവൻ സ്വയം, അവൻ ആ ചോദ്യത്തിന് മുമ്പിൽ അവൻ ദൈവത്തിന് ആ ശക്തി അവൻ വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ, എൻ്റെ വാക്ക് ശ്രദ്ധിക്കണം നിങ്ങൾ, ദൈവത്തിന്റെ ശക്തിയാണ് അവൻ വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ ക്രൂശിൽ യേശുവെ മനുഷ്യനായി മരിക്കാൻ കഴിയില്ലായിരുന്നു. മാനവരാശിയുടെ പാപത്തിന് വേണ്ടി, ഞാൻ പറഞ്ഞ ചിന്ത മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. യേശുവിൻ്റെ മനുഷ്യത്വമാണ് എന്നെയും നിങ്ങളെയും അവൻ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്, ദൈവത്വമല്ല. ഗ്രഹിച്ചു ഞാൻ ഈ പറയുന്നത്? യേശുവിൻ്റെ മനുഷ്യത്വമാണ് സകല മാനവരാശി, മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തെ വിട്ടു പോയപ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് ആ മനുഷ്യപുത്രനായി ജീവിച്ച് ഈ ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന മുഴുവനും ഒരു മനുഷ്യനായി യേശു തെളിയിച്ച് കാണിക്കുകയായിരുന്നു, അല്ലേ? അങ്ങനെയുള്ളവർക്ക് മാത്രമേ മനുഷ്യനെ വിടുവിക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെ ചോദ്യം മുഴുവനും അവന് ദൈവത്വത്തെയാണ് വരുന്നത്, അല്ലേ? എന്നിട്ട് മനുഷ്യനിലേക്ക് മാറ്റിയെടുക്കുകയാണ് അവിടെ. സ്വയത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. നീ ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക എന്ന് പറയുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് പറയാൻ വേണ്ടിയില്ല, ആ ഒരു സ്ഥാനം മാത്രം ഞാൻ എടുക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് പറയാം, പിന്നെ നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ തന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിനക്ക് താങ്ങിക്കൊള്ളുമെന്നൊക്കെ എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ വചനം എഴുതി വെച്ചിരിക്കുക, കല്ലിൽ തട്ടാതെ വണ്ണം ദൈവം കാത്തുസൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നോക്കിയേ, റിസ്ക് എടുക്കുക. റിസ്ക് എന്നല്ല, വേറെ വാക്കുണ്ടല്ലോ, സാഹസം നല്ല വാക്ക്. സാഹസത്തിലേക്ക് വിടുക. തൊട്ട് താഴെ സ്റ്റെയർ കേസ് ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. തൊട്ട് മോളി കയറി പോയില്ലേ, സ്റ്റെപ്പ് കയറിയാ പോയത്.
അഗ്രത്തിൽ അവിടെ നിൽക്കുന്നത്, നിന്നെക്കുറിച്ച് അവിടെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി. സ്റ്റെപ്പ് കയറിയാ പോയത്. എന്നിട്ട് പറയാ അവിടെ സാഹസം കാണിക്കാനാ പഠിപ്പിക്കുന്നത്. അവിടെ അങ്ങനെയല്ലേ, സ്റ്റെപ്പ് അവിടെ കിടക്കുക. എന്നിട്ട് അവിടെയാണ് നമ്മുടെ അതുകൊണ്ട് പഴയ നിയമങ്ങളൊക്കെ പഠിക്കുമ്പോൾ എവിടെയെന്ന് എനിക്ക് ഓർമ്മയില്ല, സദൃശവാക്യക്കൊണ്ട് സാഹസം സാഹസക്കാരോട് ദൈവം അല്ലേ എതിർത്ത് നിൽക്കുന്നു, സദൃശവാക്യമായിരിക്കും. അപ്പോ ആ വചനത്തെ എതിർക്കുവാൻ വേണ്ടിയാണ് ഇവിടെ പിശാച് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. സ്റ്റെയർ കേസ് ഉണ്ട്, അതിലിറങ്ങി വന്നാൽ മതി. പക്ഷേ ചാടി അവിടെ ഷോ കാണിക്കാൻ വേണ്ടി പഠിപ്പിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇവിടേക്കാണ് ആ ഡെയിലി ബ്രെഡിന് പ്രാധാന്യം വരുന്നത്. ആ വചനം നമ്മുടെ അകത്ത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. അവിടെ കർത്താവ് പറയുന്നത് എന്താ? യേശു അവനോട് നീ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടി എഴുതി വെച്ചിരിക്കുക. തൊട്ടുപോളി പറയുക, ദൈവത്തിന് അതേ വചനം എടുത്തുകൊണ്ട് പിശാച് വന്നിരിക്കുന്നത്. നീ ചാടിക്കോ, ചാടിയാൽ ദൂതന്മാർ നിന്നെ സൂക്ഷിക്കുമെന്നൊക്കെ പറയുമ്പോൾ തൊട്ടിപ്പുറത്ത് സ്റ്റെയർ കേസ് ഉണ്ട്, നടന്ന് താഴേക്ക് ഇറങ്ങി വന്നാൽ മതി. അപ്പോൾ സാഹസം ചെയ്ത് ദൈവജനത്തെ ലംഘിപ്പിക്കുമ്പോൾ അങ്ങനെ പാപം ചെയ്യിച്ച് അവനെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത്. അത് കർത്താവ് പറയുക, കർത്താവിനെ പരീക്ഷിക്കാൻ കൂടി പാടില്ല എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. എന്നാൽ നമുക്കറിയാം ഫിലിപ്പോസിനെ ഷണ്ടന്റെ അടുക്കൽ നിന്ന് എങ്ങോടെ പറപ്പിച്ചുകൊണ്ടോ നമുക്കറിയില്ല. അത് ഏത് പ്ലെയിനാണെന്ന് ഞാൻ ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെയും കർത്താവ് ചെയ്യും, അത് ആവശ്യമുണ്ടെങ്കിൽ. അതിന്നും കർത്താവ് ചെയ്യുന്നുണ്ട്, ഇന്നും കർത്താവ് ചെയ്യുന്നുണ്ട്. നമുക്കറിയത്തില്ല, അത് കർത്താവിന് ഹിതമാണ് അല്ലേ. ഒരുപക്ഷെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ദൈവം അങ്ങനെ ചെയ്യിച്ചേക്കാം, അത് നമുക്ക് ചെയ്യാതിരിക്കാം, ചെയ്യാം, നമുക്ക് ഒരു വിഷയവും ഇല്ല. പക്ഷേ വണ്ടി സ്കൂട്ടറൊക്കെ നമുക്കുണ്ട് അല്ലേ, നല്ല കറണ്ടിൻ്റെ വണ്ടിയൊക്കെ ഉണ്ട്. എന്നിട്ട് എന്നെ കർത്താവ് ഫിലിപ്പോസിനെ കൊണ്ടുപോയാലും പോകണമെന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മുടെ മറ്റേ പരിപാടി പൊങ്ങി വരുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എന്നാൽ ഒന്നുമില്ലാത്ത സ്ഥലങ്ങളിൽ, സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിൽ ചിലപ്പോൾ അവിടെ കർത്താവ് അവിടെ പെട്ടുപോകുമ്പോൾ കർത്താവ് ഇതും ചെയ്യാൻ പ്രാപ്തനായ ദൈവമാണ്. ഞാനത് വിശ്വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് തൈക്കോടത്തേക്ക് വയറ്റിലേക്ക് പോകാൻ വേണ്ടി കാറും ഒക്കെ ഉണ്ട് നമുക്ക്. എന്നിട്ട് നമുക്ക് എന്നെ ഫിലിപ്പോസിനെ കൊണ്ടുപോയി പോകണമെന്നൊക്കെ പറഞ്ഞാൽ ഇവിടേക്കാണ് നമ്മുടെ വിഷയങ്ങൾ വരുന്നത്. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ അതുകൊണ്ട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന മലയിൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വം കാണിച്ചു. നമ്മൾ വീഴുന്ന നമ്മളൊക്കെ വീഴാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇത് തന്നെയല്ലേ. നമുക്ക് കണ്ടാൽ മതി ഒരു ഫ്ലൈറ്റ് പോകണത് പ്രവാചകൻ പറഞ്ഞാൽ മതി, പരിപാടി തീർന്നു നമ്മുടെയൊക്കെ. നിന്റെ കുഞ്ഞിനെ ഡോക്ടറാക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ മതി, പരിപാടി ചെറുപ്പകാലം മുതൽ അകത്ത് വീണ് കഴിഞ്ഞു. കർത്താവ് വിചാരിച്ചെങ്കിൽ അവനെ വല്ല മിഷണറി ആയിട്ട് വല്ല എന്താ പറയുക അറബ് രാജ്യങ്ങളിൽ വിടാൻ വേണ്ടിയിരിക്കും. പക്ഷേ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന നിന്റെ ജനിച്ചേ ഉള്ളൂ കൊച്ചിനെ ഡോക്ടറാക്കുമെന്ന് പറയാം. പിന്നെ നമ്മൾ പഠിപ്പിക്കുന്ന മുഴുവൻ ഡോക്ടറാക്കി ചെറുപ്പത്തിലേ ആ തീയമ്പ് അകത്തേക്ക് ഇടും. ഞാൻ പറഞ്ഞൊക്കെ ഗ്രഹിക്കുന്നുണ്ടെന്നേക്ക് പലതൊക്കെ വീണ ആൾക്കാരാണ് നമ്മളൊക്കെ ഇന്നും അല്ലേ. ചിലക്ക് അകത്ത് എവിടേക്കൊക്കെ ആ തീയമ്പ് കിടക്കുന്നുണ്ട്. നിന്നെ അതാക്കും ഇതാക്കും. ഏതോ പ്രവാചകന്മാർ പറഞ്ഞു കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിച്ച വേറെന്തൊക്കെയായിരിക്കും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. അത് കറക്റ്റായിട്ട് സൂസി അന്ന് പറഞ്ഞു തന്നു നമുക്ക് അല്ലേ. അത് അഭിനയിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക് ഏറ്റവും നല്ല മനോഹരമായി തന്നെ. അപ്പൊ അതുകൊണ്ട് അതിന് വലിയ വിവരിക്കുന്ന ആവശ്യമില്ല. ഏറ്റവും ഉയർന്ന മലയെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വവും കാണിച്ചു കൊടുത്തു. കാരണം മഹത്വം, ഈ ലോകത്തിന്റെ മഹത്വം കാണുമ്പോഴില്ല അറിയാതെ നമ്മുടെ ഹൃദയം പൊങ്ങാൻ തുടങ്ങും. കാരണം നമ്മൾക്ക് ലോകത്തിൽ എല്ലാ മനുഷ്യരെക്കാളും അല്പമൊന്ന് പൊങ്ങുവാൻ നമുക്കൊരു അവസരം കിട്ടിയാൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെന്നൊരു അവസരം പറഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് നമ്മുടെ അകത്ത്. കാരണം എന്നറിയാമോ, ഈ ഒരു സാധനം പാപത്തിൽ വീണ മനുഷ്യൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. പല വ്യത്യസ്തമായ ഇതുപോലത്തെ ചില പാവങ്ങളൊക്കെ ഏത് മനുഷ്യൻ്റെ അകത്തും ഇങ്ങനെ അകത്ത് കിടക്കുന്ന സാധനമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായി വിവരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ആ ചിന്ത മാത്രം നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വിഷയം എടുത്തത്. എന്നിട്ട് പറയാം, മലയിൽ കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വവും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. ഈ ചോദ്യം കറക്റ്റ് ചോദ്യമല്ലേ. ഒന്ന് വീണ് ജസ്റ്റ് ഒരു വീഴ്ച, ഒരു മുട്ടുകുത്തുക, ദേ അല്ലേ, ജയ്, മറ്റേ പുള്ളിയുടെ പേരും പറഞ്ഞു, ജയ് എന്ന് പറഞ്ഞാൽ മതി. നീടാൽ വാഴ്ട്ടെന്നൊക്കെ പാട്ട് പറയില്ലേ, ഒരു വാക്യം പറഞ്ഞാൽ മതിയായിരുന്നു. ഈ ഭൂമിയുടെ സകല മഹത്വവും 262 രാജ്യത്തിലെ സകല മഹത്വവും ആർക്ക് കൊടുക്കും? യേശുവിന് കൊടുക്കും.
പിശാച് അങ്ങനെയല്ലേ പറഞ്ഞല്ലേ? രാജ്യങ്ങളെയും അവരുടെ മഹത്വവും കാണിച്ചു കൊടുത്തു പറഞ്ഞു, വീണ് എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാമെന്ന് പറഞ്ഞു. നോക്കി, ഇത് തന്നെ നമ്മുടെയും പ്രശ്നം. ഏതെങ്കിലും കള്ളപ്രവാചകന്മാർ വന്ന് എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞു വിട്ടാൽ അകത്തേക്ക് കയറുകയാണ്. സത്യത്തിൽ ഈ ലോകത്തിൽ ഇപ്പൊ യേശുവിന് വിഷയം എടുക്കാം. യേശുവിനെ ദൈവം അഴക്കുമ്പോൾ, ഒരു മിഷണറി ആയിട്ട് ഭൂമിയിലേക്ക് അഴക്കുമ്പോൾ, യേശുവിന് ആ ദൈവഹിതം നല്ലവണ്ണം അറിയാം. അതിനാവശ്യമായ ഡെയിലി ബ്രെഡും പിതാവ് കൊടുക്കുന്നുണ്ട്. എന്നറിയാമോ? ഞാൻ ഈ ലോകത്തിലെ മഹത്വം എടുക്കേണ്ടവൻ തന്നെയാ. ഈ ലോകത്തിലെ മഹത്വം, ഈ 262 രാജ്യങ്ങളും ഭരിക്കേണ്ടവൻ തന്നെയാ ഞാൻ. പിശാച് അത് തന്നെയാ പറയുന്നത്, ഞാൻ നിനക്ക് തരാമെന്ന്. അല്ലേ? ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഏതെങ്കിലും തന്ന് മോഹം തന്ന് നമ്മളെ പൊക്കുക. ഇവിടെ മോഹം കൊടുക്കുക. സത്യത്തിൽ സാക്ഷാൽ യേശു ഈ 262 ഭൂമിയുടെ മുഴു മഹത്വത്തിന്റെ അധികാരിയാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ അകത്തും ഇത് തന്നെയാ ചതി വരുന്നത്. നമ്മുടെ അകത്ത് ഇത് തന്നെയാ വരാൻ പോകുന്നത്. പക്ഷേ യേശുവിന് സത്യം മനസ്സിലായി. അവന് ആ ദൈവഹിതം അറിയാം. എന്നറിയാമോ? ഇവനെ വീണ് നമസ്കരിച്ചിട്ടല്ല ഞാൻ ഇവിടെ രാജാവാകേണ്ടത്. എനിക്ക് അതിനു മുമ്പ് എന്നറിയാമോ, ഒരു മരണം ഞാൻ വന്നതിന് വേണ്ടിയാ? മാനവരാശിയുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ വേണ്ടിയാ വന്നിരിക്കുന്നത്. ഇതാണ് പിതാവിന്റെ ഹിതം. ഇതാണ് ഡെയിലി ബ്രെഡ് കൊടുക്കുന്നത്, അല്ലേ? ഇതാണ് പിതാവിന്റെ ഹിതം. ഇതിലൂടെ മാത്രം പോയാൽ മാത്രമേ പിതാവ് ഈ ഭൂമിയുടെ മഹത്വം യേശുവിനെ പൈക്കൽ ഏൽപ്പിക്കത്തുള്ളൂ. പക്ഷെ മറ്റവരെന്താ പറയുന്നത്? ഈ കഷ്ടമൊന്നും നീ അനുഭവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ഇത് ഫ്രീ ആക്കി തരാം. പണ്ട് ഒരുത്തൻ പറഞ്ഞില്ലേ, ദൈവം കായിനോട് പറഞ്ഞു, കായിനെ നിന്നെ തൊട്ടാൽ ഞാൻ 7 ഇരട്ടി പ്രതികാരം ചെയ്യുന്നു പറഞ്ഞു. ഇപ്പുറത്തേക്ക് മാറി 7ാം തലമുറക്കാരൻ വന്നപ്പോ അവൻ പറഞ്ഞറിയാമോ എന്താ പറഞ്ഞത്? 7 ഇരട്ടിയല്ല. അടുത്തത് എങ്ങനെയാ പറഞ്ഞത്? ആദയോട് സില്ലിയോട് പറയുന്ന വാക്യം എത്ര? 7. യഹോവ 7 ചെയ്യത്തുള്ളൂ. പക്ഷെ മനുഷ്യനെന്താ എത്ര ചെയ്യുന്നത്? എത്രാമത്തെ വാക്യം? ഉൽപ്പത്തി 7ാം തലമുറക്കാരനായ കായിന്റെ വംശാവലി പറഞ്ഞു വന്നിട്ട് 2 ഭാര്യമാരുടെ, ആദ്യം സെല്ല് എന്ന് പറയുന്ന 2 ഭാര്യമാരുടെ മുമ്പിൽ വീമ്പിളക്കുന്ന ദൈവം കായിനോട് നിന്നോട് ചെയ്താൽ 7 ഇരട്ടി ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ 77 ഇരട്ടി. നോക്കിയേ, ഒരേഴല്ല, എത്ര ഇരട്ടിയാന്ന് നോക്കിയേ, 77 ഇരട്ടി ഞാൻ ചെയ്യുന്നു. അപ്പം എത്രമാത്രം ഒരു നോക്കിയേ, എത്ര മാത്രമാണ് മനുഷ്യൻ നികളെന്ന് നോക്കിയേ. ഞാൻ പറഞ്ഞു വിടുകയാണ്. ഇവിടെ കർത്താവ് ഈ വിധത്തിൽ കൂടി പോയി മാത്രമേ അതിന് പ്രതിഫലം കൊടുക്കത്തുള്ളൂ എന്ന് പിതാവിനറിയാം. എങ്ങനെയാ? ക്രൂശിൽ കൂടിയാണ് ഈ മഹത്വം പ്രാപിക്കേണ്ടത്. പിശാച് എന്താ പറയുന്നത്? നീ ഒന്നും ചുമക്കണ്ട, ഒരു ക്രൂശം വഹിക്കണ്ട, ഫ്രീ ആയി നിന്ന് കൊടുത്താൽ മതി, അല്ലേ? ഞാൻ നിന്നെ ഒരു സ്ഥലത്തേക്ക് അഴക്കും, അവിടെ പോയി നിന്നാൽ നിനക്ക് പൈസ സമ്പന്നാകാമെന്ന് പറഞ്ഞ് പിശാച് കയറ്റിവിടുകയാ ഫ്രീ ആക്കി. മനസ്സിലാക്കിയോ? അത് UK ആകാം, അത് കാനഡ ആകാം. ഒരു ഫ്രീ ആക്കി ഞാൻ കയറ്റിവിട്ടേക്കാം, നിനക്ക് അവിടെ സമ്പന്നാകാം. പോയ ഒരൊറ്റെണ്ണം കർത്താവിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇതാ വഴി. ഏത് വഴിയാ? ക്രൂശാണ് എന്റെ മഹത്വത്തിലേക്കുള്ള വഴി. അങ്ങനെയല്ലേ പിതാവ് വഴി യേശുവിന് വിട്ടേക്കണത്? ആ ഡെയിലി ബ്രെഡും അതിലേക്ക് നയിക്കുന്നത്. ഏതിലേക്ക്? ക്രൂശിലേക്ക്. ഈ ഭൂമിയുടെ മുഴുമഹത്വം യേശുവിന് കൊടുക്കും. സത്യമായ കാര്യമാണ്. എനിക്കും നിങ്ങൾക്കും 5 പട്ടണത്തിനും 10 പട്ടണത്തിനും അധികാരിയായി വാഴിക്കും സിയോൺ നമ്മുടെ പിതാവിന്റെ ഭവനം. ശരി തന്നെയാ. പക്ഷെ UK-യിലും കാനഡയും പോയി കിടന്നിട്ടല്ല അത് പ്രാപിക്കേണ്ടത്. ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന വഴിയുണ്ട്. അത് ഏത് വഴിയാകാം. ഒരുപക്ഷെ നിങ്ങളുടെ ക്രൂശ് പലതാകാം, അല്ലേ? എന്തൊരു ചിരി വന്നിട്ടല്ലേ ഇങ്ങോട്ട് നോക്കിയിട്ട്. അതേത് അല്ലേ? ക്രൂശ് പലത് വിധമാകാം. ആ ക്രൂശിൽ കൂടി പോയി അതിനെ ചുംബിച്ച് പോയാൽ മാത്രമേ മഹത്വത്തിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. അത് യേശുവിന് അറിയാവുന്നതുകൊണ്ട് പറയാം, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആ വാക്കിന് ഉള്ളിൽ ആ വാക്ക് യേശു പറയുമ്പോൾ, ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല എങ്കിൽ പോലും ഞാൻ പറയാ, ആഴത്തിലേക്ക് ഇറങ്ങി എന്ന് പറയാം. യേശു മനസ്സിൽ നല്ലോണം അറിയാം. ഇവിടെ എനിക്ക് ഫ്രീ ആക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഫ്രീ ആക്കുമ്പോൾ അത് ഏറിയാൽ 70 or 80 വർഷം മാത്രമേ ആ മഹത്വം കിട്ടത്തുള്ളൂ.
എന്നാൽ എന്നെ പിതാവ് അഴച്ച ഒരു വഴിയിൽ കൂടി, ആ ക്രൂശോ എന്തുവാകട്ടെ, ആ ക്രൂശിൽ കൂടി, ഇവിടുത്തെ ക്രൂശാണല്ലോ, ആ ക്രൂശിൽ കൂടി ഞാൻ പോയി അതിനെ ചുംബിച്ച് എന്നെ അഴച്ചവനെ പ്രസാദിച്ച് ആ വഴി കൂടി പോയാൽ, അത് കഴിയുമ്പോൾ എൻ്റെ തലയിലേക്ക് എന്ത് വരും? ആ മഹത്വം വരും. അത് 7 70 80 വർഷമല്ല, അത് നിത്യമായ മഹത്വമായിരിക്കും. ഇവിടെയാണ് പിശാചിന്റെ തന്ത്രങ്ങളിൽ നാം വീണു പോകുന്നത്. നമുക്ക് ഇന്ന് വെച്ച 1 വെച്ച 2 കിട്ടണം, അല്ലേ? 5 വെച്ച കിട്ടിയിരിക്കണം. ഒന്നും മിണ്ടുന്നില്ല നിങ്ങൾ. അതുകൊണ്ടല്ലേ നമ്മൾ ഇന്ന് എല്ലാ ദിവസവും രാവിലെ ഫോൺ എടുക്കുമ്പോൾ, ഫോൺ വരുമ്പോൾ, ഫോൺ വിളിക്കാൻ നിൽക്കുമ്പോൾ ഒരു വാക്ക് പറയുമല്ലോ അവര്. അല്ല, വിളിക്കുമ്പോൾ ഒരു മിനിറ്റ് എന്തോ ഒരു മെസ്സേജ് വരില്ലേ? ആരോ പറയൂലേ, നല്ലൊരു ചേട്ടൻ എന്താ പറയുന്നത്? ഒരു വാക്ക് പറയില്ലേ? ഞാൻ കേട്ട് പഠിച്ചു വെച്ചാ, പക്ഷെ മറന്നുപോയത് അല്ലേ? പെട്ടെന്ന് ലോട്ടറി അടിച്ചു ഇതൊക്കെ പറഞ്ഞ് പെട്ടെന്ന് നമ്മെ സമ്പന്നാക്കാൻ വേണ്ടി പറയുന്ന ചില വാക്കുകൾ. പെട്ടെന്ന് ലോട്ടറി അടിച്ചു, അല്ലെ ഇന്ന ഇതിൽ കൊണ്ടിട്ടാൽ, അല്ലേ, അത് അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഡബിൾ കിട്ടും. നമ്മൾ അപ്പം തന്നെ നമ്മൾ ആ ഉള്ളു പൊങ്ങിയാണ് ഉള്ളത് വിറ്റ് വരക്കി അവിടെ കൊണ്ടിടും. ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? പെട്ടെന്ന് സമ്പന്നാകുന്ന പരിപാടി. പക്ഷെ ഇത് അങ്ങനെയല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവൻ നമ്മളെ ഉയർത്താമെന്ന് പറഞ്ഞാൽ അവന്റെ സമയത്തിൽ ഉയർത്താൻ വേണ്ടിയല്ല, അത് എന്റെ സമയത്ത് ഉയർത്താൻ വേണ്ടിയല്ലത്. അങ്ങനെ ഉയർത്താൻ വരുമ്പോഴാ പോണത് നമ്മൾ ഓടിപ്പോകുന്ന ഇവിടെ വിട്ട്. പോയത് ഒരെണ്ണം തിരിച്ചു വന്നിട്ടില്ല, അത് വേറെ എവിടെയെങ്കിലും പോയി വീഴത്തുള്ളൂ. നമുക്കറിയാം, വേറെ വഴിയില്ല സഹോദരി. ഈ പച്ചനെ പറഞ്ഞ് വേറെ ഒന്നും കൊണ്ടല്ല. കാരണം അകത്ത് പിശാച് ഇതുപോലെ മോഹം. കർത്താവിനറിയാം. ഞാൻ ആ വാക്യം പറഞ്ഞ് വായിച്ചു വിടുകയാണ്. യേശു അവനോട്, സാത്താനെ നീ തൊട്ടുമൊളി വീണെന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ ഭർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. എന്തെങ്കിലും 2 വചനം കാണാപ്പാടം പഠിച്ചിട്ട് പറയുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. എന്തെങ്കിലും 10 വചനങ്ങൾ കാണാപ്പാടം പഠിപ്പിച്ച്, ഞങ്ങൾക്കറിയാം, ഞങ്ങളെപ്പോലെ ഇഷ്ടംപോലെ പാസ്റ്റർമാർക്ക് നല്ല എനിക്കറിയാം, പല കടകടാന്ന് പറഞ്ഞു വിടും ഇങ്ങോട്ട്. ഞാൻ ആ കേസ് അല്ല പറയുന്നത്. നിങ്ങൾ ഈ വാക്ക് വായിക്കുമ്പോൾ, സാത്താനെ എന്നെ വിട്ടുപോ, ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് കർത്താവ് വചനം പറയുമ്പോൾ, അവന്റെ അകത്ത് കർത്താവിന്റെ അകത്ത് എന്താണെന്നറിയാമോ? എന്നെ വിളിച്ചഴച്ച കർത്താവിന്റെ മുഴുവൻ പ്രവൃത്തിയും അവന്റെ അകത്ത് കിടക്കുകയാണ്. ആ വെളിപ്പാടിൽ നിന്ന്, ആ അധികാരത്തിൽ നിന്നാ വചനം പറയുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? വായിൽ 2 വാക്യം കാണാപ്പാടം പഠിച്ച് പറയുന്നതല്ലേ ഇത് പറയുമ്പോൾ ഞാൻ ക്രൂശിൽ കൂടി പോയാൽ മാത്രമേ എൻ്റെ പിതാവിന് മഹത്വം കിട്ടി അവൻ എനിക്ക് തരാമെന്ന് പറഞ്ഞ ആ ഗ്ലോറിയിലേക്ക് എനിക്ക് നടക്കാൻ കഴിയുള്ളൂ എന്ന വെളിപ്പാടുണ്ടകത്ത്. ഒരല്പം പോലും മോഹമില്ലകത്ത്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? 10 വചനം കാണാപ്പാടം പഠിച്ചിട്ട് പറയുന്നതല്ലേ ഇത് ഡെയിലി ബ്രെഡ്. വായിക്കുന്ന വചനങ്ങൾ നമ്മുടെ അകത്തേക്ക് വന്നു. ഞാൻ ഈ വെളിപ്പാട് ഇതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ മന്നയെക്കുറിച്ച് പഠിക്കണം. അതൊരു ആഴമായ വലിയ സ്റ്റഡിയാണ്. മന്നയെക്കുറിച്ച് പഠിക്കുമ്പോൾ മഞ്ഞ പോയി പറക്കണം നമ്മൾ, അല്ലേ? അങ്ങനെയല്ലേ? പറക്കി മഞ്ഞ് പെയ്യും, പിന്നെ മഞ്ഞ പെയ്യിക്കും, പിന്നെ മഞ്ഞ് പെയ്യിട്ട് ഫ്രോസൺ ഫുഡ് ദൈവം. എന്നിട്ടും നമ്മൾ പോയി പറക്കിയെടുത്തിട്ട്, അതുകൊണ്ട് പറക്കിയിട്ട് കഴിക്കാൻ പറ്റില്ല. ഉരുളിട്ട് ഇടിച്ച് പൊടിച്ച് എന്നിട്ട് ഒരുപാട് പണിയുണ്ട് അതിനകത്ത്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഈ സാധനം നമ്മൾ വായിക്കുന്ന വചനങ്ങൾ നമ്മുടെ അകത്ത് തരുമ്പോൾ അത് നമ്മൾ ധ്യാനിക്കുക. നമ്മുടെ ജീവിതത്തിൽ ദിവസവും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ജോലി എടുക്കുമ്പോഴും ഡ്രസ്സ് കഴിയുമ്പോഴും ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ജോലി എടുക്കുമ്പോഴൊക്കെ, അല്ലേ? വണ്ടി ഓടിക്കുമ്പോൾ ഫ്രീ ആണ് നമ്മുടെ അകത്ത്. ധ്യാനിക്കുമ്പോൾ അവിടെയാണ് ഈ വെളിപ്പാടുകൾ പോഷകമല്ല. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അതിലെ വിറ്റാമിനും മിനറൽസ് ഒക്കെ നമ്മുടെ ഓരോ അവയവങ്ങളിലേക്ക് ഇറങ്ങിയത്. അതുകൊണ്ടാണ് നിൽക്കുന്നത് ഇങ്ങനെ. ഞാൻ അങ്ങനെയല്ലേ? വാരി വലിച്ചു കഴിഞ്ഞു 2 മിനിറ്റ് കഴിയുമ്പോൾ പുറത്തേക്ക് പോയാൽ എങ്ങനെ ആരോഗ്യം ഉണ്ടാകും? ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇത് ദഹിക്കേണ്ട നമ്മുടെ അകത്ത്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് എടുത്തോളാം. അത് കർത്താവ് അനുവദിച്ചാൽ ഞാൻ ആ മഞ്ഞയുടെ ക്ലാസ്സിലേക്ക് പിന്നീട് പോകും. ഇല്ലെങ്കിൽ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇവിടെ കർത്താവ് ഈ പറയുമ്പോൾ അവൻ്റെ അകത്ത് ഈ വെളിപ്പാടുണ്ട്. ഒന്നാമത് അതോടെ ഞാൻ പറഞ്ഞത്, എപ്പോഴും പറയുന്നത്, ഒരു ദർശനം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. ദൈവത്തിന്റെ ഹിതത്തെക്കുറിച്ച് നല്ല 100%. അതിനാ നമ്മൾ ഈ പറയുന്ന വാക്ക് പ്രത്യാശ എന്നൊക്കെ പറയുന്നു. ഓക്കെ,
ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആ വാക്കൊക്കെ ഒരു കുഞ്ഞു വാക്കാത് പ്രത്യാശ. പക്ഷേ ആ പ്രത്യാശയുടെ വാക്കിനകത്ത് എന്തൊക്കെ കിടക്കുന്ന അറിയാമോ? എൻ്റെ പ്രാണൻ അവിടെ കിടക്കുന്നതാ. എൻ്റെ പ്രാണൻ അവിടെ കിടക്കുകയാ. എത്രയ്ക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? കിടക്കുമ്പോൾ എൻ്റെ വിശ്വാസം, എൻ്റെ പിതാവിലുള്ള ആശ്രയവും വിശ്വാസമാണത്. ഹല്ലേലൂയ. വിട്ടുപോകുക, അല്ലെങ്കിൽ ഒരുപാട് സമയം പോകും നമുക്ക്. എൻ്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ഒന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ട് പോയി. അപ്പോൾ കർത്താവിൽ പരീക്ഷ വന്നു. പരീക്ഷ ജയിച്ചപ്പോൾ സ്വർഗീയ പിതാവ് 100-ൽ 100 ഇട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ട് അല്ലേ 10, 15, 25, 35 ആവും. ഇപ്പോഴും 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും കിടക്കുക. കാരണം അറിയാമോ? ടെസ്റ്റ് വരുമ്പോൾ ആന മുട്ടയാണ് നമുക്ക് കിട്ടുന്നത്. ടെസ്റ്റ് വരുമ്പോൾ നിങ്ങളൊക്കെ എല്ലാം വലിയ ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞത്, വേറെ കാര്യം പറഞ്ഞതാ അല്ലേ? ടെസ്റ്റ് വരുമ്പോൾ ആന മുട്ട കിട്ടും നമുക്ക്. കാരണം ദേ കിടക്കും പിശാച്, നീ ദൈവത്തുറങ്ങും. ഞാൻ എൻ്റെ അടുത്ത ചോദ്യം. യേശുവിടെ നാമത്തിൽ 2 കടകട അന്യഭാഷയും പറഞ്ഞ് പരിപാടി തീർക്കും. സ്വയത്തിലേക്ക് നമ്മൾ മാറ്റിക്കളയും നമ്മുടെ ജീവിതം. ഹല്ലേലൂയ. നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി, നേരത്തെ പറഞ്ഞത് അപ്പമാകാനും ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മുടെ ദൈവകൃപയൊക്കെ മാറ്റിക്കളയാൻ നമ്മളെ പ്രേരിപ്പിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ മകനാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ചാട്ടൊക്കെ ചാടിക്കളയും. റോട്ട് വണ്ടി ഓടിച്ചൊക്കെ പോകുമ്പോൾ ഒരു 100-100 വിട്ടുകളയും ചില സമയങ്ങളിൽ. ചില സമയങ്ങളിൽ പോകാറുണ്ട്, ഇല്ലെന്ന് ഞാനും പറയാറില്ല, ഞാനും പോകാറുണ്ട്. പക്ഷേ അത് ചില മിനിറ്റുകൾ മാത്രം നമ്മുടെ മിനിസ്ട്രികളുടെ സമയത്തിലാണ്. പക്ഷേ മിനിസ്ട്രി കഴിഞ്ഞിട്ട് ഫ്രീ ആയി, രാത്രി 10 മണിയായി ഫ്രീ ആയി, ഭക്ഷണവും കഴിച്ച് വയറൊക്കെ നിറഞ്ഞിട്ട് തിരിച്ചു പോരുമ്പോൾ 100-100 ഓടിച്ചാൽ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് നിങ്ങൾക്ക്, സമയം നമുക്ക് ഇഷ്ടം പോലെ ബാക്കിയുണ്ട്. അവിടെ ശ്രദ്ധയോടെ ചില സമയങ്ങളിൽ കൈവിട്ട് ഞങ്ങളും പോകാറുണ്ട്, ഞാൻ ഇല്ലെന്ന് ഞാൻ പറയാറില്ല. പക്ഷേ അത് ചില ക്രൂഷ്യൽ മൊമെൻ്റാണ് നമ്മുടെ. അവിടെ എത്തിപ്പെട്ടേ മതിയാകൂ. ദൈവനാമം ദുഷിക്കാൻ ഇടയാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പലതും. ഗ്രഹിച്ചോ ഞാൻ പറഞ്ഞത്? അപ്പം അതുകൊണ്ട് ആ ടെസ്റ്റ് കഴിയുമ്പോൾ അപ്പോൾ പിശാച് അവനെ വിട്ട് പോയി. ദൂതന്മാർ അടുത്ത് വന്ന് അവനെ, ഇവിടെയാണ് നമ്മൾ യഥാർത്ഥമായ ഡെയിലി ബ്രെഡ് നമുക്ക് മനസ്സിലാവുന്നത്. ആ ദൈവത്തിന്റെ വചനപ്രകാരം നമ്മൾ ആ വരുന്ന ചിന്തകളെ എവിടെ ആദ്യം വരുന്നത്? നാളെ നേരം വെളുക്കുമ്പോൾ പിശാച് തലേ കൊമ്പം വെച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് ഒന്നും വരത്തില്ല. വെളിച്ച രൂപത്തിലാണ് വരുന്നത്. ചിലപ്പോൾ പാസ്റ്റർമാരെ വെള്ളം വെള്ളിട്ടൊക്കെ വരും. ചിലപ്പോ ഭാര്യയുടെ ഭർത്താവിൻ്റെ അല്ലേ പഴയ സ്കൂളിൽ പഠിച്ച, ഇപ്പൊ അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ. ഇപ്പൊ എന്താ പൂർവ്വ സംഘം, ആ സംഗമനം എന്നൊക്കെ പറഞ്ഞല്ലേ, സംഗമനം എന്നൊക്കെ പറഞ്ഞ് ഏത് രൂപത്തിലും വരും. നല്ല ഉപദേശം. അതൊക്കെ ഇവിടെയാണ് ദൈവഹിതം. എൻ്റെ നിത്യതയ്ക്ക് തടസ്സമാകുന്ന, എൻ്റെ സ്വയത്തിലേക്ക് എന്നെ മാറ്റിക്കളയുന്ന ഏത് ചിന്തകളും അത് പൈശാചികമാണെന്ന് അറിയണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മെ പക്കാ മനുഷ്യനാക്കി മാറ്റുവാൻ നമുക്ക് ഇവിടെ കർത്താവ് ചാടിയാൽ, ആ മലയിൽ നിന്ന് ചാടിയാൽ ആർക്ക് മഹത്വം കിട്ടും? കർത്താവിനെ മഹത്വം പോകുന്നത്. ചാടി 2 കാലിൽ നിന്ന് വിചാരിച്ചോ, ആർക്കാ മഹത്വം? കണ്ടോടാ എന്ന് പറയും, എൻ്റെ സ്വയം പൊങ്ങും. പലപ്പോഴും ചിലയിടത്ത് നാട്ടുകാർ മുമ്പിൽ നാണം കെടേണ്ടി വന്നാലും ഒരു സത്യം പറയാ, അവിടെ ദൈവത്തിന് മഹത്വം ഉണ്ടാവും. ചില സമയങ്ങളിൽ നീയൊക്കെ ആണാണെന്നൊക്കെ ചോദിക്കില്ല. ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കൊരു എൻ്റെ ഓണത്വത്തെ ചോദ്യം ചെയ്തൊക്കെ പറയും. പക്ഷേ അവിടെ ആ ചോദ്യത്തിന് മുമ്പിൽ സഹിച്ചിരുന്നെങ്കിൽ ദൈവമഹത്വം വെളിപ്പെട്ടാൽ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്ന ചില സന്ദർഭങ്ങളിലൊക്കെ ചോദ്യങ്ങൾ പലപ്പോഴും നമുക്ക് വരുന്ന ചോദ്യങ്ങളാണ്. എന്താടോ നീയൊക്കെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മുടെ സ്വയത്തിലേക്ക് മാറ്റാൻ വേണ്ടിയാ ചോദിക്കുന്ന പല പ്രിയപ്പെട്ടവരായിരിക്കും നമ്മുടെയൊക്കെ. ഞാൻ പറഞ്ഞത്, നമ്മുടെ സ്വയത്തിലേക്ക് ആക്കുന്ന ഏത് ചോദ്യങ്ങളും അത് പൈശാചികമാണ്. അത് നമ്മുടെ സ്വയത്തിലേക്ക് മാറ്റി, അല്ലേ, സാത്താൻ നമ്മളെ അങ്ങനെ കൊണ്ടുപോകത്തില്ല. നമ്മളെ സ്വയത്തിലാക്കി നമ്മെ കൊണ്ട് ദൈവത്തിനെതിരെ പാപം ചെയ്യിക്കുക, ദൈവത്തിന്റെ ശത്രുവാക്കി മാറ്റുക എന്നുള്ളതാണ് അവൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം. അല്ലാതെ അവൻ നമ്മുടെ മറ്റൊന്നുമില്ല എന്ന കാര്യം മറന്നു പോകരുത്. ഇത്ര നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വിചാരിക്കുന്നു. ഇതാണ് നമ്മൾ ഈ മത്തായി 6-ാം അധ്യായം അതിന് 9 മുതൽ 11 വരെ വായിച്ചപ്പോൾ നമ്മൾ പഠിക്കുന്നത്. ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ, എവണ്ണമാണ് എൻ്റെ നാമത്തിന് ദൈവമഹത്വം ഉണ്ടാകണം, 2 രാജ്യം വരണം, അവിടുത്തെ അവൻ്റെ ഹിതം ദൈവ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം, അതിനാവശ്യമായ മന്ന
അല്ലെ? അതിനാവശ്യമായ ലക്ഷ്യം തെറ്റിക്കിടക്കുന്ന എൻ്റെ ദേഹിക്ക് വഴികാട്ടി തരുന്ന ആത്മീയ മന്നകൾ, ഹല്ലേലൂയ, ഇന്ന് ഒരാഴ്ചത്തേക്കല്ല, ഡെയിലി പറക്കി കഴിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് കഴിച്ചാൽ അടുത്ത വാക്യം പറയുന്നു, ദുഷ്ടനിൽ നിന്ന് എന്നെ സൂക്ഷിക്കുവാൻ കർത്താവ് നമുക്ക് മതിയായവനാണ്. ഏത് സൂക്ഷിക്കുക? കർത്താവ് എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? എങ്ങനെ സൂക്ഷിക്കുന്നത്? രാവിലെ തോറും നമുക്ക് തരുന്ന മന്നയിലൂടെ കർത്താവ് നമ്മൾ ഇടപെടുകയാണ്, അല്ലേ? അങ്ങനെയല്ലേ? അല്ലാതെ നമ്മൾ തോന്നുന്ന പോലെ നടന്നിട്ട് കർത്താവ് പോകാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് തരുന്ന വചനത്തിലൂടെയാണ് നമ്മെ സൂക്ഷിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, നമുക്ക് ഇഷ്ടംപോലെ അനുഭവങ്ങൾ നമുക്ക് ഇഷ്ടംപോലെയുണ്ട്. വണ്ടി ആക്സിഡൻറ്റ് സംഭവിക്കുന്ന സമയത്തൊക്കെ ദൈവം സൂക്ഷിക്കുന്നത് ഒത്തിരി അനുഭവം നമുക്കറിയാം. ദൂതന്മാരുടെ കാവലും കരുതലൊക്കെ ഞങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ് എപ്പോഴും പോയി വണ്ടിക്കടിയിൽ പോയി വട്ടം വെക്കാൻ പറ്റുമോ? അങ്ങനെയല്ല. ഓക്കെ, എന്തിനൊക്കെ ഇത്രയും മനസ്സിലായി ഞാൻ വിചാരിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാ 40 ദിവസത്തെക്കുറിച്ചൊക്കെ നമ്മൾ ആഴമായി കണ്ടത്. ആവർത്തന പുസ്തകം ഈ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്ന ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. എവിടെയാണ് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത്? 8-ാം അധ്യായത്തിൽ, അല്ലേ? ഞാൻ അതിനെക്കുറിച്ച് ഈ സൺഡേ ഞാൻ എടുക്കുക അല്പം. ആവർത്തനം 8-ാം അധ്യായം 3-ാം വാക്യം, നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. ഞാൻ ഇതിനെക്കുറിച്ച് ഇതിലെടുത്താൽ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ സൺഡേ ഇതിനെക്കുറിച്ച് അല്പമായി സംസാരിക്കും. ചേർത്ത് വെച്ച് ഒരുമിച്ച് പോയിക്കോട്ടെ, അല്ലെങ്കിൽ ക്ലാസ് തീരത്തില്ല. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും നിന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലിരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 വർഷ സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. സത്യത്തിൽ അല്ലെങ്കിൽ ദൈവം പിശാചിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വിടുകയാണ്, അല്ലേ? എന്താ പറയുക, തന്ത്രങ്ങളുമായി വിടുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക്. ഇതെന്താണെന്നൊക്കെ ഈ വാക്കുകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ സൺഡേ അതിനെക്കുറിച്ച് ആഴമായി സംസാരിക്കും. അപ്പം അതുകൊണ്ട് നിന്നെ താഴ്ത്തുവാനും നോക്കണം. ആരെ താഴ്ത്തുന്നത്? പലപ്പോഴും പിശാചല്ല നമ്മൾ താഴ്ത്തുന്നത്. ഉപയോഗിക്കുന്ന ആരെയാ? ദൈവം പിശാചിനായിരിക്കാം. നമ്മളെ താഴ്ത്തുന്നതും ഉയർത്തുന്നതൊക്കെ എവിടെന്നാ വരുന്നത്? പിതാവ് തന്നെയാ. നമ്മളത് എല്ലാം പിശാചിന്റെ മേലങ്ങ് ഇടും, എല്ലാം പിശാചിന്റെ മേലങ്ങ് ഇടും നമ്മളല്ലേ. നമുക്ക് ശീലിച്ചു പോയി നമ്മൾ. അപ്പൊ എന്തുമാകട്ടെ, അതിനെക്കുറിച്ചൊക്കെ പിന്നീട് നമുക്ക് ചിന്തിക്കാം. അപ്പൊ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് എന്താ പറഞ്ഞില്ലേ, ഈ ഫാസ്റ്റിംഗ് ഇരിക്കുവാൻ നിയോഗം ദൈവത്തിൽ നിന്നാണ് നിയോഗം വന്നിരിക്കുന്നത്. നിയോഗം വന്നിട്ട് കുറച്ച് പിശാചി തന്ത്രങ്ങളുമായി വരുമ്പോൾ പിന്നെ ഇറച്ചി ആവട്ടെ പൊറോട്ട ആവട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിൽ നിന്ന് ഉപവാസം വന്നാൽ ആ ഉപവാസം പൂർത്തിയാക്കാനുള്ള ശക്തിമാർ നമുക്ക് തരും, ദൈവം നമുക്ക് തരും. അതിനിടയിൽ ബ്രേക്ക് പൊട്ടിക്കുവാനും തന്ത്രങ്ങളിലൂടെ നമ്മളെ ജഡത്തിലേക്ക് മാറ്റിക്കളയുവാൻ ശ്രമിക്കുന്നത് പിശാച് തന്നെയായിരിക്കും. പക്ഷെ അനുവദിക്കുന്ന ആരാ? സ്വർഗമാണ് അനുവദിക്കുന്നത്. അല്ലാതെ പിശാച് ഓടി നമ്മുടെ മുമ്പിലേക്ക് വന്ന് വീഴുകയല്ലേ. അത് സ്വർഗം അഴച്ചത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെല്ലാം. അങ്ങനെയാണോ? നമ്മുടെ പിശാചൊക്കെ വരുമ്പോൾ നമുക്ക് എല്ലാം ഇതുകൊണ്ടോ 7 ദിവസം ഉപവസിക്കണം, അല്ലെങ്കിൽ ഇന്ന ആവശ്യത്തിനെ വിളിച്ചൊന്ന് ശാസിക്കണം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ എന്തൊക്കെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് പലപ്പോഴും. ഇതെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അഴക്കുക. എന്താണെന്നറിയാമോ? താഴ്ത്തുന്നതും. ഇത് നമ്മ എന്തൊക്കെയാ? താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് നമ്മെ പഠിപ്പിച്ച് പ്രാപ്തരാക്കാൻ വേണ്ടിയാ. ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? അത്ര മാത്രം ഞാൻ പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് ഗ്രഹിപ്പിച്ചിട്ട് നീ നിന്റെ പിതാക്കന്മാരെ അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു, അല്ലേ? ഏത് മന്നയാ? ദൂതന്മാരുടെ ഭക്ഷണമാണ്, സ്വർഗീയ ഭക്ഷണമാണ്. അതിനെക്കുറിച്ചൊക്കെ ആ ക്ലാസ്സിലേക്ക് വരുമ്പോൾ എപ്പോഴും അനുവദിച്ചാൽ നമ്മൾ പഠിക്കും. ഒട്ടനവധി വിഷയങ്ങൾ അവിടെയുണ്ട്. മന്നയെക്കുറിച്ച് പഠിക്കും, നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അവിടെ. അതുകൊണ്ട് പിതാക്കന്മാർ അറിഞ്ഞിട്ടില്ലാത്ത ആ സ്വർഗീയ മന്ന കൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതമുണ്ട്. ഹല്ലേലൂയ. നമുക്കും അറിയത്തില്ല, അല്ലേ? ആ വചനം നമ്മുടെ അകത്ത് വന്ന് വാഴാൻ തുടങ്ങുമ്പോഴാണ് അതിന്റെ ഗുണം വരാൻ തുടങ്ങുന്നത്. ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, നിന്റെ കാൽ വീങ്ങിയതുമില്ല. ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ അതിനെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് നീ എന്ത് ചെയ്യണം? ഇവിടെ എന്തെങ്കിലും അടിവെട്ടി അപ്പൊ പറയും എന്തോ ഒരു സംഭവിച്ചിട്ടുണ്ട്, അല്ലേ? ഒന്ന് ഇരിക്കണം, എനിക്ക് 6-7 ദിവസം
ഒന്നിരിക്കണം. ദൈവം നമ്മൾ നടത്തുന്ന വിധങ്ങളൊക്കെ ഒരൊറ്റ വാക്കുന്ന ഈ ഒരൊറ്റ വചനം ഒന്ന് അകത്ത് വെളിപ്പാടായാൽ അല്ലേ, ഈ ജീവിതത്തിൽ സംഭവിക്കുന്ന മുഴുവനും എൻ്റെ അപ്പൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നൊരൊറ്റ വെളിപ്പാട് അറിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും ആമേന, എല്ലാത്തിനും താഴ്ത്തുന്നതിനും ഉയർത്തുന്നതിനും. ഇല്ലെങ്കിൽ നീളം വരും നമ്മുടെ അകത്ത്. 10 ചില്ലിക്കാശ് പോക്കറ്റ് വന്നാൽ പറയും ഈ നല്ല പരിപാടി, അടുത്ത പരിപാടിക്ക് ഞാൻ പോകാമെന്ന് പറയും അല്ലേ. നേരത്തെ 5 വെച്ച് 10 കിട്ടി, ആഹാ കൊള്ളാലോ, അപ്പൊ എനിക്ക് കഴിയും. അവിടെ നമ്മൾ പറയുന്ന കർത്താവ് എനിക്ക് നൽകിയെന്നൊക്കെ പറയും. പക്ഷെ അതെന്നറിയാമോ, എനിക്ക് കഴിയുന്ന എന്നെ പഠിപ്പിക്കുക മറ്റവൻ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഓടി നടന്ന് അവസാനം ഉള്ളക്കേണ്ടത് മുഴുവൻ തലേ വന്ന് കഴിയുമ്പോൾ, ഭാരം മുഴുവൻ വന്നു കഴിയുമ്പോൾ അവൻ അങ്ങ് മാറിക്കളയും. പിന്നെ ഇത് ചുമന്നുകൊണ്ട് ഒരു പോക്ക. ജീവിതം മുഴുവനും, ആയുസ് മുഴുവനും. ഒന്നും മിണ്ടിയില്ല നിങ്ങൾ. ഒരായുഷ്കാലം മുഴുവനും. കാരണം പിശാചിന് താൻ വാക്ക് കേട്ട് നമ്മളത് മുഴുവൻ തലയെ വലിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ തല പോകുമോ നമ്മുടെയൊക്കെ? ഞാൻ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് സമാധാനം കളയുന്ന ഒരു പരിപാടിക്ക് നിൽക്കല്ലേ എന്ന് പറയുന്നത്. ദൈവിക സമാധാനം ഒരു സെക്കൻഡ് ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ 2 പാട്ടും പാടി, മൂളിപ്പാട്ടും പാടി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് പോകാമല്ലോ. പക്ഷെ മറ്റത് മുഴുവൻ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും അല്ലേ, ചർച്ചിലിരിക്കുമ്പോഴും പോലും ചിന്ത മറ്റതാ. അതെങ്ങനെ അവിടെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, അത് ഇങ്ങനെ അങ്ങനെ ചെയ്യാൻ, ഇത് മുഴുവനുമായിരിക്കും. പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴോ ചിന്ത മുഴുവൻ ഇതായിരിക്കും. പക്ഷെ വായിൽ കറക്റ്റായിട്ട് വരും, സ്വർഗസ്നായ കറക്റ്റായിട്ട് വരും. പക്ഷെ ചിന്ത എവിടെന്നറിയാമോ? നമ്മൾ ചിന്ത പോലും പ്രാർത്ഥനയാണെന്ന കാര്യം മറന്നു പോകരുത്. അതിനെക്കുറിച്ച് ആഴമായി ക്ലാസ് പിന്നീട് എപ്പോഴും വരും. ചിന്തയെക്കുറിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ നല്ല പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കും നമ്മൾ, അടിപൊളി കർത്താവിന്റെ നാമത്തിൽ സംഭവിക്കണമെന്നൊക്കെ പറയും. പക്ഷേ കുറച്ച് പോയിട്ട് പറയേ ചിന്ത പറയും നടക്കുമോ ഇല്ലായിരിക്കും, എന്തെങ്കിലുമൊക്കെ പറയും, ചിന്തിച്ചോണ്ടിരിക്കുക. പ്രാർത്ഥിച്ചതാ, പക്ഷെ സ്വർഗം കേൾക്കുന്ന പ്രാർത്ഥന ഇതാ, ചിന്തയാ കേൾക്കുന്നത് സ്വർഗം. പിന്നെ വല്ലതും കിട്ടും നമുക്ക്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതിനെക്കുറിച്ച് ആഴമായി പിന്നീട് നമ്മൾ ചിന്തിക്കും, ആഴങ്ങളിലേക്ക് ഇറങ്ങി നമ്മൾ ചിന്തിക്കും. അപ്പം അതുകൊണ്ട് ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ച് വളർത്തുന്നു എന്ന് നീ എന്ത് ചെയ്യണം? അത്രയേ ഉള്ളൂ. ഇത്രയും കാര്യമുള്ളൂ. ഈ ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ കുറവുകളൊക്കെ നമുക്ക് മനസ്സിലാകും. ദൈവത്തിന് അറിയാൻ വേണ്ടിയല്ല, ഇതൊക്കെ നമുക്കറിയാൻ വേണ്ടിയാണ്. ഞാൻ എന്താണ്, ഞാൻ എങ്ങനെയാണ്, എൻ്റെ മോഹം എവിടെയാ, എൻ്റെ ഹൃദയം കിടക്കുന്നതൊക്കെ അറിയിക്കാൻ ദൈവത്തിന് എന്നെ കാണിച്ചു തരാൻ വേണ്ടിയുള്ള മാർഗങ്ങളാണ് ഇത് മുഴുവനും. ഏത് മാർഗങ്ങളാ? താഴ്ത്തുന്നതും ഉയർത്തുന്നതും എല്ലാം ഈ പരിപാടിക്ക് വേണ്ടി എന്ന കാര്യം അറിഞ്ഞാൽ ഇവിടെയല്ല എൻ്റെ മഹത്വം കിടക്കുന്നത്. ഇവിടെ വീണ് നമസ്കരിച്ച് എന്തെങ്കിലും കിട്ടി, ചെറിയ ലൊട്ടിലൊടുക്ക് കാര്യം കിട്ടിയാൽ അതെല്ലാം ഏറിയാൽ 70-80 വർഷം മാത്രമേ ഉള്ളൂ. എന്നാൽ മഹത്വത്തിലേക്ക് മാറുകയാണ് നമ്മൾ. വിശുദ്ധന്മാർക്ക് ലഭിക്കാൻ പോകുന്ന അവകാശത്തിലേക്കാണ് നമ്മൾ. അവിടെയാണ് നമുക്കുള്ളത്. ഇവിടെ നമുക്ക് ഒന്നുമില്ലെന്നേ. നിലനിൽക്കുന്ന പട്ടണം പോലും നഗരം പോലും നമുക്കില്ല എന്ന് സത്യം തിരിച്ചറിയുമ്പോൾ ഇതിലേക്കൊന്നും നമ്മുടെ മനസ്സ് പോകത്തില്ല. മുഴുവനും കർത്താവിൻ്റെ വചനവും. പിന്നെ ജോലി വേണം, ജീവിക്കാൻ നമുക്ക് ആവശ്യമാണ്. അത് ആവശ്യത്തിന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതൊരിക്കൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരിക്കൽ പോലും വരത്തില്ല. നമ്മളത് ഭരിക്കത്തില്ല ഒരിക്കൽ പോലും. വേണമെങ്കിൽ നാളെ രാവിലെ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾ അല്ലേ റെഡിയായി രാവിലേക്ക് എഴുന്നേറ്റ് കഴുകി പല്ലൊക്കെ തേച്ച് ഇരുന്നിട്ട് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് അറിയാൻ പറ്റും. നമുക്ക് വിട്ടുപോട്ടെ, മുന്നോട്ട് പോകണല്ലേ. അതിനെക്കുറിച്ച് വാക്യം പിന്നീട് അടുത്ത സ്ഥലത്ത് സംസാരിക്കും. അല്ലെങ്കിൽ കുറച്ച് നിങ്ങളുടെ വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. വിശ്വാസവും ദൈവോക്തിയും നാം കാത്തു സൂക്ഷിക്കേണ്ടതിന് ദൈവം ചെയ്ത നന്മകളെപ്പോഴും ഓർത്തുകൊണ്ടല്ലേ. അത് പിന്നീട് പഠിക്കാൻ നമുക്ക്. വിശ്വാസം അത് സൂക്ഷിക്കണം. 2 ദൈവഭക്തി, ഒരു ഭക്തിയുള്ള ജീവിതത്തെക്കുറിച്ച്. അതുകൊണ്ട് ലേഖനങ്ങൾ മുഴുവനും പഠിപ്പിക്കുന്നത് അല്ലേ, ഒരു ഭക്തിയുള്ള ജീവിതത്തെക്കുറിച്ച്. എന്താണ് ഭക്തി എന്നൊക്കെ നമ്മൾ പിന്നീട് എപ്പോഴും പഠിക്കാം. ഞാൻ 2 വാക്യം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ വായിച്ചപ്പോൾ, ഇന്ന് രാത്രി വായിച്ച് പഠിച്ചപ്പോൾ കിട്ടിയതാ. ആവർത്തന പുസ്തകമൊക്കെ ഒരു ഓർമ്മയുടെ പുസ്തകമാണ് അല്ലേ. ആവർത്തിച്ച് പറയുക. ദൈവം ആവർത്തിച്ച് പറയുന്ന പുസ്തകം ആവർത്തന പുസ്തകം എന്ന് പറയുന്നത്. ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ, പുറപ്പാട് പുസ്തകം മുതലൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന പുസ്തകം ആവർത്തന പുസ്തകം. ഇതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയാ. തങ്ങൾ ആരായിരുന്നുവെന്നും ദൈവം ഞങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നതൊക്കെ ജനങ്ങൾ ഓർക്കേണ്ടത് പ്രാധാന്യത വീണ്ടും വീണ്ടും പറയുന്ന പുസ്തകമാണ്. ഏത് പുസ്തകം? ആവർത്തന പുസ്തകം. വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുക. ദൈവനെ നടത്തിയ വിധങ്ങൾ എവിടെയാ? നമ്മുടെ ഈ ജീവിതം, നിത്യതയ്ക്കുള്ള യാത്രക്കിടയിലുള്ള നമ്മുടെ ചെറിയ ജീവിതത്തിൽ ദൈവം ചെയ്തതൊക്കെ, വിടുവെച്ച കൊണ്ടുവന്ന നാൾ മുതലുള്ള ഓരോ സെക്കൻഡ്. ഇന്നും ഇവിടെ നിൽക്കുന്നില്ല നമ്മൾ.
ആർക്കും അത്ര പട്ടിണിയുള്ള ആരും ഇവിടെ ഇല്ല. അങ്ങനെ കണ്ടിട്ട് തോന്നണവുമില്ല എനിക്ക്. അല്ലേ? ആവശ്യമൊക്കെ നമുക്കുണ്ട്. എല്ലാം നമുക്കുള്ള ആൾക്കാർ, ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ഒന്നിനും കുറവില്ലാത്ത ആൾക്കാർ, അല്ലേ? പക്ഷെ ഇതൊക്കെ ഓർത്തുകൊണ്ട് എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു ജീവിതമുണ്ട്. അതൊക്കെയാണ് യഥാർത്ഥ ഭക്തിയുടെ ജീവിതം. യഹോവ ഭക്തി എന്നൊക്കെ ജ്ഞാനത്തിന്റെ ആരംഭം എന്നൊക്കെ പറയുന്നില്ലേ? ഒത്തിരി ആഴമായി ചിന്തിക്കേണ്ട വിഷയമാണ് യഹോവ ഭക്തി, ജ്ഞാനത്തിന്റെ ആരംഭം. ഒത്തിരി കാര്യമായിരുന്നു പഠിക്കേണ്ട ആ ഒരു ജീവിതത്തിലേക്കാണ് ഈ ലേഖനകർത്താവ് നമ്മെ വിളിക്കുന്നത്. ലേഖനത്തിന് ഒടുക്കത്തിലേക്ക് വരുമ്പോൾ പത്രോസിന്റെ ലേഖനത്തിലേക്ക് ലേഖനം എഴുതി നീതീകരണത്തെക്കുറിച്ച് പറഞ്ഞ് വിശുദ്ധീകരണത്തെക്കുറിച്ച് പറഞ്ഞ് ലേഖനത്തിന് അവസാനത്തിലേക്ക് വരുമ്പോൾ അവിടെയാണ് പത്രോസൊക്കെ പറയുന്ന ലേഖനം, അല്ലേ? യഹോവ ഭക്തിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞ് ഭക്തി അവസാന സ്നേഹത്തെക്കുറിച്ച് വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു ക്രിസ്ത്യ ജീവിതത്തിന്റെ ഇത്തിരി ടോപ്പ് റേഞ്ചിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ എന്താ പറയുക, ദൈവമായിട്ട് നടക്കാൻ തുടങ്ങുമ്പോഴുള്ള കാര്യങ്ങളാണ്. യൂദായുടെ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ കാണുകയാണ്. എവിടെയാ യൂദ 24-ാമത്തെ വാക്യം എന്താ പറയുന്നത്? ലേഖനത്തിന്റെ ഒടുക്കത്തെ ലേഖനം, അവസാനത്തെ ലേഖനത്തിന്റെ അവസാന വാക്യം എന്താ പറയുന്നത്? യൂദ 24-ാമത്തെ വാക്യം, വീഴാതെ വണ്ണം കളങ്കം, അല്ലേ, മഹിമാതനത്തിൽ നിൽക്കുന്ന. വായിച്ചോ യൂദ ലാസ്റ്റ് വാക്യത്തിന് തൊട്ട് മുകളിലെ വാക്യം. നോക്കി, വീഴാതെ വണ്ണം. അപ്പൊ ഏതാണ്ട് നല്ല അകത്തെ മനുഷ്യൻ നല്ല വെളിപ്പെട്ട് നിൽക്കുക. വീഴാതെ വണ്ണം നിർത്തേണ്ടതിന് ദൈവത്തിന് മഹത്വം നന്ദി പറഞ്ഞുകൊണ്ടുള്ള യാത്രയാണ്. അല്ലേ? അവൻ നമ്മളെ തേസിലേക്ക് പോയി കഴിഞ്ഞ് നമ്മുടെ മനസ്സൊക്കെ, അതുകൊണ്ടല്ലേ വീഴാതെ വേണം എന്ന് പറയുന്നത്. ഒരു ഭയവുമില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കറിയാം, ദാവീദിനെ നമുക്കറിയാം, നല്ല പുള്ളിക്കാരൻ, നല്ല അത്യാവശ്യം നല്ല പുള്ളി ബത്ശബയായിട്ട് പാപമൊക്കെ ചെയ്ത്, അല്ലേ, ഇഷ്ടംപോലെ ഒക്കെ സെറ്റപ്പായ ആൾക്കാരാ. അന്നത്തെ ആ ജീവിതം. പക്ഷേ വൃദ്ധനായി, നമ്മുടെ ഭാഷ പറയാം, കിളവനായി കഴിഞ്ഞപ്പോൾ അവിടെ ദൈവത്തിലെ ടെസ്റ്റ് വിട്ടിട്ടില്ല. അവിടെയും ടെസ്റ്റ്, നേരത്തെ പറഞ്ഞില്ലേ, ടെസ്റ്റ് ചെയ്ത് നോക്കുക, നമ്മളെ ശിക്ഷിച്ചു കൊണ്ടുപോകുക ദൈവം. അവസാന ടെസ്റ്റിലേക്ക് വന്നപ്പോൾ ഉണ്ടല്ലോ, ഏറ്റവും വയ്യാണ്ട് കട്ടിൽമേ കിടക്കുക, ഏറ്റവും സുന്ദരിയായ, ആ നാട്ടിലെ ഏറ്റവും സുന്ദരിയായ ഒരു സുന്ദരി കുട്ടിയെ ദാവീദിനെ നോക്കാൻ വേണ്ടി അയച്ചു. അവിടെ പരിശുദ്ധാത്മാവ് എഴുതിച്ചിരിക്കുക, അവൻ തൊട്ടതുപോലുമില്ല. നീ എന്തേ മിണ്ടാതിരിക്കുന്നത്? ഞാൻ പല പറഞ്ഞവരെ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്കത്? ഒരു ജീവിതം കൊണ്ട് പഠിച്ച മനുഷ്യനാ ദാവീദൊക്കെ. ഏത് രോഗമായിരുന്നു പണ്ട് മുതൽ? ഏത് രോഗമാ? ആ രോഗത്തിന്റെ ഒടുക്കം വന്നപ്പോൾ ഒന്നുമില്ലാതെ നിൽക്കുക അവിടേക്ക്. ഞങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വിട്ടേക്ക്. ഓക്കെ, ചില മർമ്മങ്ങളൊക്കെ പെട്ടെന്നൊന്നും ഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിൽ വിട്ടേക്ക് നമ്മളത്, അല്ലേ? യൂദ ലേഖനം പറയുന്ന പോലെ മഹിമാസനത്തിൽ നിർത്തുവാൻ, അല്ലേ, ദൈവത്തിന് മഹത്വം കൊടുക്കുക. അപ്പൊ അത്ര ഉറപ്പായി ആരുമായിട്ടാ? സിയോണുമായിട്ട് ഉറച്ചു കഴിഞ്ഞു നമ്മുടെ ബന്ധം. അപ്പോൾ ഇതൊക്കെ എന്താണെന്നറിയാമോ? നമ്മൾ നടത്തുന്നത് ഡെയിലി ബ്രെഡാണ്. നമ്മൾ ഇതിലേക്ക് എല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത്, ആണോ ഇല്ലയോ? അന്നുള്ള ആഹാരം, ദിവസേനയുള്ള മന്ന. ഇവിടെ പറയുന്നത് പോലെ, ഈ നമ്മുടെ മലയാള സർവീസിൽ പറയുന്നത് പോലെ, അതിൽ രാജ്യം ഡെയിലി അഴക്കുന്ന പോലെ ഒന്ന് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു നോക്കി. ഒരു ഡയറിയൊക്കെ എടുത്ത്, കഴിഞ്ഞ പറഞ്ഞതാ, അല്ലേ, തൊണ്ട കീറി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് പേർ മാത്രമേ എഴുതുന്നുള്ളൂ. അവർക്കായി സ്തോത്രം, ദൈവം സഹായിക്കട്ടെ, അവരെ സമൃദ്ധമായി ആത്മീയ മണ്ണിലേക്ക് നടത്തട്ടെ. പക്ഷെ പറയുന്നത് പോലെയൊക്കെ ഒന്ന് നമ്മുടെ ജീവിതം ഒന്നൊന്ന്, അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാ, ഒരു ഷുഗറൊക്കെ വരുമ്പോൾ ലൈഫ് സ്റ്റൈൽ മാറുകയാണ്. ആർത്തി പിടിച്ച് ചോറ് കഴിക്കാൻ പറ്റത്തില്ല, നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ രക്ഷയില്ല, അല്ലേ? വേറെ വഴിയില്ല, സ്റ്റൈല് മാറി. കുറെ പച്ചക്കറി, കുറെ മറ്റേ, അതൊക്കെ സ്റ്റൈല് മാറിയേ മതിയാകൂ. ഈ ആയുസ്സിന് വേണ്ടി അല്പം നീട്ടിക്കിട്ടാൻ വേണ്ടി നമ്മൾ അത് ചെയ്യുന്നുവെങ്കിൽ പിന്നെ ഇതെന്താ ചെയ്യാത്തത്? നശിച്ചു മണ്ണിലേക്ക് പൊടിയായിരിക്കുന്ന ഇതിനെ നിലനിർത്താൻ വേണ്ടി നമ്മൾ നമ്മുടെ ജീവിത ശൈലി പോലും മാറാൻ തയ്യാറാ, ഞാൻ ഉൾപ്പെടെ. ഷുഗർ പിടിച്ചവന്റെ ഗതികേട് എനിക്കറിയാം, അല്ലേ? ഞങ്ങൾക്കൊക്കെ അറിയാം വാസ്തു, അല്ലേ? നമുക്കൊക്കെ അറിയാം ഗതികേട്. എല്ലാവർക്കും അത്യാവശ്യം എല്ലാ ഷുഗറുകളും ഉണ്ട് ഇവിടെ, അല്ലേ? നമുക്കറിയാം ഗതികേട്. നമ്മൾ ജീവിതശൈലി മാറാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുമെങ്കിൽ നിത്യജീവന് വേണ്ടി ഒരു ജീവിതശൈലി മാറിയാൽ എത്ര നല്ലതാ സഹോദരങ്ങളെ. അതല്ലേ കഴിഞ്ഞ ആഴ്ച മുതൽ പറയുന്നത്, വായിക്കാൻ നിൽക്കുമ്പോൾ ഒരു ഡയറിയും ഒരു പ്ലേറ്റും സ്പൂണൊക്കെ ഇട്ടിരിക്കുക, കർത്താവ് തരും നിങ്ങൾക്ക്. അതിന് ടേസ്റ്റ് നാവിൽ പിടിച്ചാലുണ്ടല്ലോ. പണ്ട് ഇവിടെ ഈ കത്രിക്കടവ് പാലം കയറുന്ന താഴെ മധുച്ചേട്ടന് ചായക്കട തട്ടുകടയുണ്ട്, നിങ്ങൾക്ക് അറിയാലോ?
അവിടെ തലയിൽ ഞങ്ങളുടെ ചില ആൾക്കാർ അവിടെ ചെന്നാൽ ആ ബീഫ് കറിയും പുട്ടും ബീഫ് ഫ്രൈയും പുട്ടും നല്ല സൂപ്പർ ടേസ്റ്റാ, നാവിന്ന് പോകത്തില്ല നമുക്ക്. ഒന്ന് ടേസ്റ്റ് പിടിച്ചാൽ പിന്നെ നമ്മൾ അവിടെ തന്നെ പോകത്തുള്ളൂ. കാരണം അറിയാമോ, ടേസ്റ്റ് പിടിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ, ഡെയിലി ബ്രെഡിന് വേണ്ടി ഇരിക്കുമ്പോൾ, ദൈവം തരാൻ തുടങ്ങുമ്പോൾ അത് നാവിൽ പിടിച്ചാൽ, ഞാൻ ഈ നാവിനെ കുറിച്ചല്ല പറയുന്നത്, പിന്നെ നമുക്ക് എഴുന്നേക്കാൻ തോന്നത്തില്ല സഹോദരങ്ങളെ. അത് കിട്ടില്ലെന്ന് നമുക്ക് വല്ലാത്തൊരു പറയുക. 1 മണിയാകുമ്പോൾ വിശപ്പിന്റെ വിളി വരില്ലേ, അതിനേക്കാൾ വലിയ വിളി വരും, ആത്മാവിന്റെ വിളി അകത്തുനിന്ന്. ഒന്ന് ശ്രമിച്ച് നോക്ക്, ജീവിതശൈലിയൊക്കെ ഒന്ന് മാറട്ടെ. ഇനി കൈയും കാലും ഒടിഞ്ഞ് കിടക്കുമ്പോഴല്ല ജീവിതശൈലി മാറേണ്ടത്, ഇപ്പൊ ജീവനോടിക്കുമ്പോൾ മാറുക. കർത്താവ് പല വഴി കൂടി കൊണ്ടുപോയി, ബാലശിക്ഷയെക്കുറിച്ച് പിന്നീട് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് പറയാം. പല വഴി കൂടി കൊണ്ടുപോയിട്ട് എല്ലാ ഇടിയും കൊണ്ട് കിടന്ന് അവസാനം കൈയും കാലും ഇങ്ങനെയൊക്കെ പോയി കഴിയുമ്പോഴാണ് നമ്മൾ പണി പഠിക്കുന്നത്. എന്തിനാ അത്രം വരെ പോണത്? ഈ ആരോഗ്യത്തോடு ഇരിക്കുമ്പോൾ പണി പഠിച്ചാൽ പോരെ? ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ കുറെ കൊണ്ട് ഈ വെറുത്തളന്ന് അവസാനം കഴിഞ്ഞ് അപ്പോഴല്ല ചെയ്തിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഒന്ന് അങ്ങനെ പ്രകാരമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ക്രമപ്പെടുത്തി നോക്കിയേ. ദൈവത്തിന് ഉപയോഗമുണ്ടാകും, നമുക്ക് ദൈവത്തിന് ഉപയോഗമുണ്ടാകും. മറ്റു ദൈവത്തെ പരീക്ഷിക്കുക നമ്മൾ. പക്ഷെ കർത്താവ് വിശ്വസനായതുകൊണ്ട് നമ്മളെയൊക്കെ ഒന്ന് താഴേക്ക് ഇട്ട് 2 അടിയൊക്കെ അടിച്ച് പൊക്കിയെടുത്ത് വീണ്ടും പൊക്കിയെടുത്ത്. അപ്പൊ മറ്റേ പുള്ളിനെ പോലെ ഏപ്പ് പോവും. ഏത് പുള്ളിനെ? യാബോക്കിന്റെ കടത്തിരുന്ന് വെച്ച്. മര്യാദക്ക് നല്ല പുള്ളിയാ, നല്ല ഒത്ത തടിയും ചങ്കൂറ്റുള്ള ആളാ. അവിടെ കിടന്ന് മത്സ്യം പിടിച്ച് അവസാനം നടുവ് ഏപ്പിന്റെ ഇളകി പിന്നെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നടക്കേണ്ട ഗതികേട് വരേക്ക് വരും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എന്തിനാ നമ്മുടെ ജീവിതമൊക്കെ ഒന്ന് ക്രമപ്പെടുത്തിയാൽ ദൈവത്തിന് മഹത്വമുണ്ട്. ഈ ആയുസ് യൗവനത്തിന് നല്ല കർത്താവിനെ സൃഷ്ടിതാവിനെ അറിഞ്ഞുകൊള്ളുക. ദൈവത്തിന്റെ മഹത്വം അവന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് കാണാൻ കഴിയും നമുക്ക്. എന്നാൽ തികഞ്ഞ പ്രായത്തിൽ കർത്താവ് 33 വയസ്സിൽ കർത്താവ് മിനിസ്ട്രി ആരംഭിച്ചു പോകുന്ന അതേ നല്ല യൗവന പ്രായത്തിൽ കർത്താവിനെ വിളിച്ചത്. അതേ ആ വർഷം ആ സെക്കൻഡിൽ തന്നെ കർത്താവ് വേലയ്ക്ക് വേണ്ടി ഇറങ്ങി ഞങ്ങളൊക്കെ. നല്ല മഹത്വം, ദൈവത്തിന്റെ മഹത്വം ഒരുപാട് ജീവിതത്തിൽ കണ്ട്. അതാണ് ഈ കേൾക്കുന്ന മുഴുവൻ നിങ്ങൾ. അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ അതുകൊണ്ട് ഓക്കെ, എന്നോട് കടന്നു പോകാം. എഫെസ്യർ 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിച്ചിട്ട് നമുക്ക് ഇവിടെ ഇന്നത്തെ ബൈബിൾ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞ് ഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും അല്ലേ? ആ മർമ്മം ഇപ്പോൾ തൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ, ഞാൻ 3:16 വായിക്കാൻ പോകുന്നത്, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെന്ന് പറഞ്ഞ ഇന്ന് ബൈബിൾ സ്റ്റഡിയാണെന്ന് പറയാം, ഞാൻ റെഡി. മറ്റത് ഇന്നാണോ അല്ലേ? ഇനി അപ്പൊ ചോദ്യം മനസ്സിലില്ല. അപ്പൊ അറിയാം അതിങ്ങനെ ഇരിക്കുക. ഗ്രഹിച്ചാ നിങ്ങള്? അത് തന്നെ ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാക്കി കാണും. അത്ര വലിയ ആൾക്കാർക്ക്, കുറവുള്ള ആൾക്കാരിലൊക്കെ വലിയ വലിയ പുള്ളികൾ അവിടെ ഇരിക്കുന്നത് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് അതിനുവേണ്ടി അത് പറയുന്നതിന് മുമ്പായിട്ട് 5-ാം വാക്യം നമുക്ക് വായിക്കാം. കുറെ ഈ പച്ച മാർക്ക് ചെയ്യുന്ന വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് വാക്കുകളാണ് അവിടെ. എന്നിട്ട് പറയാം, വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏകശരീരസ്ഥരും ആ വാക്തത്വത്തിൽ പങ്കാളികളുമാകണം എന്നുള്ളത് തന്നെ. കുറെ മർമ്മങ്ങളെ കുറിച്ച് ഒരു മർമ്മം പറഞ്ഞു വരികയാണ്. ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം, ഓക്കെ, ചില വാക്കുകളൊക്കെ ആവർത്തിച്ച് പറയുന്നത്, ചില ശക്തിയുടെ വ്യാപാര പ്രകാരം ക്രിസ്തുവിന്റെ അപ്രമേയ ധനം അല്ലേ, തൻ്റെ മഹത്വത്തിന്റെ ധനം അല്ലേ. ഒരു ചില വാക്കുകളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ചില ഭയങ്കര പവർഫുൾ വാക്കത് അല്ലേ. എല്ലാം നമ്മുടെ അല്ലേ. പണ്ട് അലക്സാണ്ടർ ചക്രവർത്തിയുടെ അടുത്ത് ഒരു വ്യക്തി വന്ന് പറഞ്ഞു, എനിക്ക് ചെറിയ ആവശ്യമുണ്ട്. പുള്ളിക്കാരത്ത് അല്ലേ വലിയ അവർ വിചാരിച്ച് ചെറിയ ഒരു 10,000 രൂപ ആവശ്യം ഉണ്ടായിക്കാണുള്ളത്. പക്ഷെ അലക്സാണ്ടർ ചക്രവർത്തി കൊടുത്തെന്ന് അറിയാമോ? പല ആൾക്കാർ പല വ്യക്തികളുടെ പുസ്തകത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. പല കാര്യങ്ങളായിട്ട് കൊടുത്തത് വലിയൊരു എമൗണ്ടാ. വലിയ കിഴിയെന്നല്ല പറഞ്ഞല്ലേ, കിഴിയിലാണ് കൊടുത്തത്. പുള്ളി ഒരു എനിക്ക് ഇത്രയൊന്നും ആവശ്യമില്ല, പക്ഷെ നിനക്കിത് മതിയാകും. പക്ഷേ ഞാൻ അലക്സാണ്ടർ ചക്രവർത്തിയാ, എൻ്റെ ധനത്തിൽ നിന്ന് ഞാൻ നിനക്ക് തരുന്നത്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? നമ്മളിവിടെ ഇങ്ങനെ
പണ്ട് ഞങ്ങളുടെ സ്വഭാവമുണ്ട്, സൈറ്റിൽ പണിക്കാർ പൈസ ചോദിക്കുമ്പോഴല്ല പോക്കറ്റ് കിടക്കായിരിക്കും നമ്മൾ അവിടെ തിരുമ്മിക്കൊണ്ടിരിക്കുക, എണ്ണിക്കൊണ്ടിരിക്കുക മനസ്സിൽ. ഏട്ട് എൻ്റെ 100 മാത്രം നമുക്ക് കറക്റ്റ് 100 നോട്ടായിരിക്കുള്ളത്. കണ്ടുപഠിച്ചത് വേറൊരു കോൺട്രാക്ടർ കണ്ടുപഠിച്ചതാ. ഇവിടെ പോക്കറ്റ് കിടക്കുന്നുണ്ട് അല്ലേ, എന്നിട്ട് അറിയാം നമുക്ക് എവിടെയാണ് 10 ഇരിക്കുന്നത്, എവിടെയാണ് 100. അതറിയാം നമുക്ക്, നമ്മളല്ലേ കെട്ടിവെച്ചിരിക്കുന്നത്. അവിടെ തിരുമ്മി അവസാനം കറക്റ്റായിട്ട് 10 എടുത്ത് അല്ലെങ്കിൽ 100 എടുത്തിന് കറക്റ്റായിട്ട് കൊടുക്കും നമ്മൾ. ഞാനും പണ്ട് പഠിച്ചതാ. ആൾക്കാരെ നമ്മുടെ മുമ്പേ പോയ കോൺട്രാക്ടർമാർ കാണിച്ചു കണ്ട് നമ്മളും പഠിച്ചതാ. അപ്പൊ നമ്മുടെ മഹത്വത്തിൽ അത്ര കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ, നമ്മുടെ അത്രയേ ഉള്ളൂ. പക്ഷേ കർത്താവ് അങ്ങനെയുള്ളത്. ഈ ഒരു വെളിപ്പാട് നിങ്ങൾ ആദ്യം അറിയണം. നമ്മൾ തരണമേ മേ എന്നൊക്കെ പറയുമ്പോൾ ഒരു സത്യം അറിയണം, നമ്മളെ വിളിച്ചവന്റെ വലിപ്പമുണ്ട്, അത് പ്രകാരമാവാൻ നമുക്ക് തരുന്നത് അല്ലേ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ദൈവം നമ്മളെക്കുറിച്ച് ആദരിക്കുന്നത് വേറെ ആയിരിക്കും. നമ്മൾക്ക് ഒരു 2 സെന്റ് സ്ഥലം വീട് അവിടെ ഞാൻ ഒതുക്കിക്കൂടെ കർത്താവ്, എനിക്ക് അത് മതി, ഞാൻ ഈ ലോകത്തിൽ ഇങ്ങനെയൊക്കെ മതി എനിക്ക്, ഞാൻ അല്ലേ കള്ളത്താഴ്മ കൊണ്ട് പറയാം നമ്മൾ. കാരണം അതിനുള്ള വകുപ്പ്, അതിനപ്പുറത്തേക്കുള്ള വകുപ്പ് പുള്ളിക്കില്ലാത്തതുകൊണ്ടാ. ഉണ്ടെങ്കിൽ അവൻ അതിനേക്കാൾ വലുത് ചെയ്യും. പക്ഷെ ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വേറെ എന്തെങ്കിലും ആണെങ്കിലോ? ഞാൻ പണത്തെക്കുറിച്ചൊന്നും പറഞ്ഞതല്ല, ജസ്റ്റ് ഒന്ന് ചിലപ്പോൾ ഒരു ഉപമ പറയുന്നത് മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും അവിടെ പറയാ, ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. ദൈവം അവന്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം. അപ്പൊ ദൈവം ഒരുവനെ മിനിസ്ട്രിക്ക് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോൾ ദൈവം കൊടുക്കുന്നത് എന്തെങ്കിലും ഒട്ടുള്ളവർക്ക് പരിപാടിയല്ലെന്നേ, അവന്റെ വലിപ്പം അനുസരിച്ച് തരുന്നത്. എൻ്റെ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത് ഈ വയറുവേദന മാറ്റ ചെവി വേദന മാറുന്ന വയറുവേദന മാറ്റുന്ന പരിപാടിയല്ലെന്നേ. നിങ്ങൾ നോക്കിക്കോ, ഈ മിനിസ്ട്രി ഇതുപോലെ മിനിസ്ട്രി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ ഡെലിവറൻസ് മിനിസ്ട്രി, ഞാൻ പറഞ്ഞത് വിടുതൽ ശുശ്രൂഷ നടത്തുന്ന ആൾക്കാര് അതല്ലേ അങ്ങനെ സാധനം ചെയ്യുന്ന ആൾക്കാര്, അവരത് വലിയ പൊങ്ങച്ചമായി കാണുന്നത്. ഞാൻ ഗ്രഹിച്ചോ ഞാൻ പറയുന്നത്? യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നൊക്കെ പറഞ്ഞ് അവർ വിടുതൽ കൊടുക്കും, ശരിയാ. അവരത് വലിപ്പമായിട്ട് കാണുകയാ. അവർ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾക്ക് സൗഖ്യമാകുന്നതും ഭൂതങ്ങൾ വിട്ടുപോകുന്നതും അവർ വലിപ്പമായി കാണുകയാ. എന്നാൽ ഒരു സത്യം കൂടെ അവർ അറിയുന്നില്ല. ദൈവവചനത്താൽ ഒരു മനുഷ്യനെ പണിതെടുത്ത് നിത്യയുടെ പർദീസയിൽ കൊണ്ടുപോകാനുള്ള വലിപ്പമേറിയ ശക്തിയും അവന്റെ മേൽ വേറെയുണ്ട്. ഈ ദൈവത്തിന് ഞാൻ കുറച്ച് കാണുകയല്ല ദൈവത്തിന്റെ ശക്തി. നമ്മുടെ കണ്ണിൽ ഭൂതങ്ങൾ അലറിപ്പോകുന്നതും, പണ്ടൊരു പിള്ളേർ കുറച്ച് പേര് പറഞ്ഞില്ലേ, 70 പേര് പോയിട്ട് തിരിച്ചു വന്നിട്ട് പറയുക, ഞങ്ങൾ കൽപ്പിച്ചപ്പോൾ ഭൂതങ്ങൾ കിടുകിടാ വറച്ച് വീണു പോയെന്നൊക്കെ പറഞ്ഞ് ഉൽക്കവ പോലെ പോണെന്നൊക്കെ പറഞ്ഞില്ലേ. അവർക്ക് അതാ വലിപ്പം തോന്നിയത്. പക്ഷെ തൊട്ട് താഴെ പറയുക, നിന്റെ പേര് നിത്യജീവന്റെ പുസ്തകത്തിൽ എഴുതി ഓർത്ത് നീ മഹത്വപ്പെടുത്ത്. നമ്മൾ ദൈവത്തിന് ഈ ദൈവത്തിന് എന്താ പോക്കറ്റിൽ നിന്ന് ചില്ലറ പൈസ ഒക്കെ ഉണ്ട്, നമ്മൾ കണ്ണു തള്ളിയിരിക്കുക നമ്മളിവിടെ. ഞാൻ പറഞ്ഞ് ഗ്രഹിക്കുന്നുണ്ടോ? ഇവിടെ പറയുന്നത് ഡെയിലി ബ്രെഡിന്റെ പ്രാധാന്യം പറഞ്ഞു വരികയാ. അവന്റെ ശക്തിയുടെ വ്യാപാരം മനസ്സിലാകുന്ന അവിടെയാ നമ്മൾ അവന്റെ വലിപ്പം കാണുന്നത്. എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നിരിക്കുന്നു. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയധനത്തെക്കുറിച്ച്, വലിപ്പത്തെക്കുറിച്ച്, അല്ലാതെ നോക്കിയേ ഇസ്സാമക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇസ്സാമക്കൾക്ക് ദൈവത്തിന്റെ എന്ത് കാണിച്ചു? പ്രവൃത്തി കാണിച്ചു കൊടുത്തു അല്ലേ. ഞാൻ മന്ന തരാൻ വിശ്വസ്തനാണ് അല്ലേ, ഞാൻ പാറപ്പുറത്ത് നിന്ന് തീക്കൽ പാറയിൽ നിന്ന് വെള്ളം എന്ത് വെള്ളം കൂൾ ഡ്രിങ്ക്സ് പുറപ്പെടുപ്പിക്കാൻ മതിയാവന. അവർക്കത് മതി. അവർ നോക്കുമ്പോൾ ദൈവം വലിയ ദൈവമാണ്. ഒരു ആകാശം തീയിറക്കി പറഞ്ഞില്ലേ, മറ്റവന്മാർ പറഞ്ഞില്ലേ, പണ്ട് മോശ ഞങ്ങളുടെ ഗുരുക്കന്മാരൊക്കെ പിതാക്കന്മാരൊക്കെ തീയിറക്കിയ ആൾക്കാരാ. അവർക്കതാ അവരുടെ ദൈവത്തിന്റെ വലിപ്പം അവർ അത്രേ കണ്ടിട്ടുള്ളൂ. ആ ദൈവം നിത്യനാണെന്നും ആ നിത്യനായ ദൈവത്തിനടുക്കൽ എനിക്കൊരു വാസമുണ്ടെന്നും ഞാൻ അവന്റെ മകനാണെന്ന് തിരിച്ചറിവ് അവർക്ക് ലഭിക്കുന്നില്ല. ഞാൻ പറഞ്ഞ് ഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക്? അതുകൊണ്ട് അപ്രമേയ ധനത്തെക്കുറിച്ച് ഇതാണ് നമുക്ക് ഓരോ ദിവസം ദൈവം നമുക്ക് തരാമെന്ന് പറയുന്നത്. നമുക്ക് തരുന്ന ഓരോ ദിവസം തരുന്ന ഫുഡ് ഉണ്ടല്ലോ, അത് ദൈവത്തിന്റെ വലിപ്പത്തിനൊത്തവണ്ണമാണ്. നമ്മളാണെങ്കിലോ ഈ ചെറിയ ലൊട്ടിലെടുക്കുന്ന അസുഖം മാറ്റുന്ന പരിപാടിയും അല്ലേ,
ചെറിയ ഇതല്ല. ഒരുവനെ സ്വർഗീയനാക്കി മാറ്റുന്ന, ദൈവത്തിന്റെ പറുദീസയെ കൊണ്ട് നിർത്തുന്ന, അപ്പോൾ തന്നെ ഞാനും ഒരു ദൈവത്തിന്റെ മകനാണെന്നുള്ള വെളിപ്പാട് നിന്നുകൊണ്ട് സംസാരിക്കുന്നത്. ഇതൊക്കെ യഥാർത്ഥമായ അതിലേക്കാണ് ഈ സ്വർഗീയ മന്നകൾ അല്ലെങ്കിൽ അപ്രമേയ ധനം നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതല്ലേ നമുക്ക് ആവശ്യം, അല്ലേ? ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് ഒതുങ്ങല്ലേ നമുക്ക്. അതുകൊണ്ട് പണ്ട് ശിഷ്യന്മാർ 70 പേര് പോയിട്ട് ഞങ്ങൾ നിന്റെ നാമത്തിൽ കൽപ്പിച്ചപ്പോൾ ഭൂതങ്ങൾ വീണുന്നതും മിന്നായം പോയ പോണെന്നൊക്കെ ഞങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ കർത്താവ് എടുത്ത വാക്യം എന്താ പറഞ്ഞത്? അതൊക്കെ എൻ്റെ ചെറിയ ധനം, ഈ ചെറിയ എൻ്റെ ശക്തി മതി എന്നൊക്കെ ചെയ്യുവാനായിട്ട്. പക്ഷേ നിന്റെ പേർ നിത്യജീവനിലുണ്ട്. നിന്റെ ചിന്തയും ആഗ്രഹവും അതിൽ അത്ര വലിപ്പമേറിയ പിതാവിനുടെ ഭവനത്തെക്കുറിച്ച് ആവണം. അതാണ് പറഞ്ഞു വരുന്നത്. അതാണ് നമുക്ക് ഡെയിലി ബ്രെഡായിട്ട് കർത്താവ് നമുക്ക് തരുന്നത്. അതിൻ്റെ ദേഹിക്ക് വഴികാട്ടിയായിരിക്കും. എൻ്റെ എൻ്റെ സ്വയം ഇടുകയും എൻ്റെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ട് വരിക. അതാണ് അടുത്തത്, അല്ലേ? അപ്പൊ ഒന്ന്, അവൻ്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് നിങ്ങൾക്ക് ഡെയിലി ബ്രെഡ് തരും. ഇപ്പൊ വിശ്വാസി പറഞ്ഞ ഇപ്പൊ സാക്ഷി യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, ദൈവം നടത്തിയ വിധങ്ങൾ എന്നെ എന്ന് പറഞ്ഞിട്ട്. എന്താ പറയുന്നത് അറിയുമോ? എന്നെ പട്ടിണി കിടന്നപ്പോൾ എനിക്ക് അത് തന്ന്. നല്ല കാര്യമാ, സാക്ഷ്യം തന്നെയാണ്. പക്ഷെ അവരുടെ ലൈഫ് അവസാനിക്കുന്നവരെ അത് മാത്രമേ അവർക്കുള്ളൂ. ഈ ഭൗതിക ആവശ്യങ്ങളിൽ നടത്തിയ ദൈവം, എൻ്റെ മക്കളെ പഠിപ്പിക്കുവാൻ വഴിയൊരുക്കിയ ദൈവം, അല്ലേ? BSc നേഴ്സിംഗിന് എന്നെ അയച്ച ദൈവത്തിന്റെ കരം. അതാണ് അവർ അപ്രമേയ, ആ ധനത്തെയാണ് അവർ വർണ്ണിക്കുന്നത്. പക്ഷേ അത് ജാതികൾക്ക് കർത്താവല്ലേ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. തെറ്റല്ല, നന്ദിയുള്ളവരായിരിക്കണം, നന്ദി പറയണം, സാക്ഷ്യം വേണം നമുക്ക്, അതല്ല. പക്ഷേ അതിനേക്കാൾ അപ്പുറം അപ്രമേയ ധനമുണ്ട് അവൻ്റേത്. നിത്യതയെക്കുറിച്ചും വെളിപ്പാട്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ മഹത്വമേറിയ വചനങ്ങൾ. അതിലേക്കാണ് നിന്റെ ഹൃദയം കർത്താവ് നടത്താൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനിയെങ്കിലും ആ ബൈബിൾ തുറന്നു വെച്ച്, അല്ലേ പഴയ പടത്തിൽ പോലെ പ്ലേറ്റൊക്കെ എടുത്ത് വെച്ച്, പേനയൊക്കെ എടുത്ത് വെച്ച്, പച്ചയും മഞ്ഞയും കറുപ്പ് പേനയൊക്കെ എടുത്ത് വെച്ച്, എൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് അറിയാം, അല്ലേ? എൻ്റെ ഇഷ്ടം പോലെ കളർ പെൻസിലുകളും ഒക്കെ ഉണ്ട്. ചില ആൾക്കാർ ചുമ്മാ കളർ വരച്ചിടാറുണ്ട്. ബൈബിളിൽ നിറച്ച് വരച്ചിടും. അങ്ങനെ അതെല്ലാം മൊത്തം വരച്ചിട്ടേക്കണം. അപ്പോൾ എല്ലാം വെളിപ്പാടായി നടത്തല്ലേ? നമ്മളൊക്കെ ഞാൻ പാവങ്ങളായതുകൊണ്ട് കർത്താവ് തരുന്നത് നല്ല ചില മഞ്ഞ അല്ലെ കറുപ്പ് പച്ച എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരച്ചിട്ട് നമ്മളിടും. ചില ആൾക്കാരുടെ ബൈബിൾ അങ്ങനെയല്ല, മൊത്തം വരച്ചിട്ടിരിക്കുക. മക്കൾക്ക് കോൺട്രാക്ട് കൊടുത്തിരിക്കാന്ന് തോന്നുന്നു, അല്ലേ? സ്തോത്രം എന്ന് പറയുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ചില മുഖങ്ങൾ ഉറങ്ങിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, അല്ലേ ഒന്നും പറയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്നിട്ട് പറയുക, ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടക്കുന്ന ദൈവത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കുവാനുമായി ഈ കൃപ ലഭിച്ചിരിക്കുന്നു. ഒരുവന്റെ ഹൃദയത്തിലെ ദൈവത്തിന് അനാദി മറഞ്ഞു കിടക്കുന്ന നമ്മെക്കുറിച്ചുള്ള, നമ്മുടെ നിത്യമായ വാസത്തെക്കുറിച്ചുള്ള ആ മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ നമുക്ക് ഡെയിലി ബ്രെഡ് ആവശ്യമാണ് സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞ് ഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ കഴിഞ്ഞ ദിവസം എവിടെ താഴെ സാക്ഷ്യം പറഞ്ഞു. നമ്മുടെ ന്യൂ ലൈഫ് താഴെ നമ്മുടെ മോർണിംഗ് സർവീസിൽ വന്ന ഒരു ഫാമിലി ഉണ്ട്. പക്ഷെ അവർ പറയുക, അവിടെ ഡെലിവറൻസ് അവിടെ നിന്ന് എന്താ വാക്കാ ഉദ്ദേശിച്ചത്? ജോസി ഞാനുണ്ടായിരുന്നു. എന്തോ വാക്ക് നാട്ടുഭാഷ ഉണ്ടല്ലോ, ഒരു ഫയർ ഇല്ലെന്നൊക്കെ പറഞ്ഞ പോലത്തെ വാക്ക് ഇല്ലെന്ന് പറയും. പുള്ളി പോയി നമ്മുടെ സഭ വിട്ടു. അപ്പോൾ നമുക്കറിയാം ഇനി വരത്തൊന്നുമില്ല, നമുക്കറിയാം. അപ്പോൾ പറഞ്ഞു വന്നിട്ട് അവസാനം നമുക്കൊന്ന് ഗ്രിപ്പ് പിടിച്ച് കയറാൻ ഗ്രിപ്പ് കിട്ടുന്നില്ല. അപ്പോൾ വെയിറ്റ് ചെയ്യുക നമ്മൾ. കർത്താവ് ഗ്രിപ്പ് തരുമല്ലോ, അങ്ങനെയാണല്ലോ. ഗ്രിപ്പ് കിട്ടുന്നത് ഇങ്ങനെയാണ്. എന്നെക്കുറിച്ച് പാസ്റ്റ് കത്തോലിക്കാരും സ്വർഗത്തിൽ പോകത്തില്ല. എന്താ പിന്നെ കുറേ ജാതി ഉണ്ടല്ലോ അവർക്ക്. ഇന്ന് കത്തോലിക്ക, നേപ്പാൾ, ജാക്കോബൈറ്റ്, അങ്ങനത്തെ കുറേ വിഭാഗം ഉണ്ടല്ലോ. അവരൊന്നും സ്വർഗത്തിൽ പോകത്തില്ലെന്ന് പാസ്റ്റർ അങ്ങനെ പറയാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് എന്നെ ഉപദേശിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് പിച്ച വെക്കാനുള്ള ഒരു വഴി തുറന്നു കിട്ടി. നമുക്ക് വഴി തുറന്നപ്പോൾ അപ്പോൾ ഞാൻ എല്ലാം കേട്ടുന്നു. ശരിയാ ബ്രദറെ, ശരിയാ. അപ്പോൾ പുള്ളി അപ്പോൾ വലിയ എന്താ അഹങ്കാരത്തിൽ പറയുക, ഞാൻ രാവിലെ ട്രാക്റ്റായിട്ട് ഇറങ്ങും, പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുപോകും ട്രാക്റ്റുമായിട്ട്. ആൾക്കാരോട് ഞാൻ കാണും, അവരോട് സംസാരിക്കും, അവരെ ഉപദേശിക്കും എന്ന് പറഞ്ഞു. ആ വാക്ക് എനിക്ക് കർത്താവിനോട് പറഞ്ഞു. ആ വാക്ക് പറഞ്ഞു ജോസി എൻ്റെ കൂടെ മൗനമായിട്ട് ഇങ്ങനെ മാറി അവിടെ നിന്ന് കേട്ടോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ബ്രദറെ ഈ ബ്രദർ ചെയ്യുന്ന നല്ല കാര്യമാണ്, പക്ഷെ ഇനി മേലിൽ ആരെ ഉപദേശിക്കരുതെന്ന് പറഞ്ഞു.
അന്നെന്ന് ചോദിച്ച് അവിടെ അതാ നമുക്ക് ഓപ്പണിങ്. ഞാൻ പറഞ്ഞേ, ഉപദേശം നരകത്തിലേക്ക് പോകത്തുള്ളൂ. കാരണം കത്തോലിക്ക സമുദായം പഠിപ്പിക്കുന്നത് 7 കൂദാശകൾ ചൊല്ലിയ സ്വർഗത്തിൽ പോകുമെന്ന. ഏത് പാപം ചെയ്ത് പാതിരിയാണെങ്കിലും ആരാണെങ്കിലും 7 കൂദാശ ചൊല്ലിയ സ്വർഗത്തിൽ പോകുമെങ്കിൽ, ഈ ഉപദേശമാണ് താങ്കൾ പ്രസംഗിക്കുന്നതെങ്കിൽ പിന്നെ കർത്താവ് ക്രൂശിൽ മരിച്ചതിന് ആവശ്യമില്ലല്ലോ. കർത്താവ് ക്രൂശിൽ മരിച്ചത് എന്നിലൂടെ വഴി ഒരുക്കി വെച്ചിരിക്കുന്നത്. ആ വഴി താങ്കൾക്കറിയില്ലെങ്കിൽ, അത് പറഞ്ഞു കൊടുക്കാൻ വഴിയില്ലെങ്കിൽ, താങ്കൾ വഴി പറയേണ്ട ആളല്ല. നല്ല കറ തീർന്ന് 2 പറഞ്ഞു. പറഞ്ഞു പോരാ, ഇത്തിരി കൂട്ടി പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി നമ്മൾ തമ്മിൽ കാണത്തൂല്ല, നമുക്കറിയാലോ ഇനി വരത്തില്ലെന്ന്. സന്തോഷം വെറുതെ പോയിക്കോളാൻ പറഞ്ഞു. മിണ്ടാതെ ഒന്നും പറയാതെ 10-20 മിനിറ്റ് സംസാരിച്ച് അങ്ങ് പോയി കളഞ്ഞു. ഒന്നും മിണ്ടില്ല നിങ്ങൾ. കാരണം രക്ഷ എന്താന്ന് പോലും അറിയാതെ ഉപദേശികളായിരുന്നു ലോകത്തിലുള്ളത്. കാരണം അറിയുന്നത് മുഴുവൻ അറിയാമോ? വിടുതൽ, മൊത്തം വിടുതൽകാരാ ഇവിടെ ആര്? എന്ത് വിടുതല? ഞാൻ പറഞ്ഞത് മനസ്സിലാണ്. ക്രിസ്തുവിന്റെ അപ്രമേയ ധനമെന്താ? ആകാശത്തിന്റെ ഭൂതങ്ങൾ ശാസിക്കുമ്പോൾ വീഴുന്നതല്ല, അല്ലേ? ഇസാമക്ക് ദൈവത്തിന്റെ പ്രവൃത്തി കാണിച്ചു കൊടുത്തു. തീക്കൽ പാറയിൽ നിന്ന് നല്ല പപ്സി അഴച്ചു കൊടുത്തു ദൈവം. പക്ഷെ അവരാരും കേറിയോ? അവിടെ അത്ഭുതം കാണിച്ചു കൊടുത്തു. പക്ഷേ അതല്ല അപ്രമേയ ധനം. അതും ദൈവത്തിന്റെ ശക്തി തന്നെയാ. പക്ഷെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അനാദികാലം മുതൽ മറഞ്ഞു കിടക്കുന്ന ദൈവത്തിന്റെ വ്യവസ്ഥ, എന്നെ നിങ്ങളെ സ്വർഗീയന്മാരാക്കി പിതാവിന്റെ ഭവനത്തിൽ കൊണ്ട് നിർത്തുന്ന വ്യവസ്ഥ, അതൊക്കെ ഞാൻ പറഞ്ഞു മനസ്സാവുന്നുണ്ട്. അത് ലഭിക്കുന്നത് ഡെയിലി ബ്രെഡ് ആർത്തിയോടെ ചോദിക്കുന്നവർക്ക്, അല്ലാത്തവർക്ക് ആർക്കും ലഭിക്കത്തില്ല. പന്നികളുടെ മുമ്പിൽ, ഞാൻ ഇവിടെ വന്നപ്പോൾ ആരോ ഇവിടെ പറഞ്ഞായിട്ട് വാക്ക് കേട്ടു, പന്നികളുടെ മുമ്പിൽ മുത്തുകൾ ഇട്ട് കൊടുക്കത്തില്ല. എന്തിനായിട്ട് കൊടുത്തിട്ട്? അവർ വേറെ വഴി കൂടി നിത്യത പ്രാപിക്കാൻ വേണ്ടി ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുക. 7 കൂദാശ ചൊല്ലി അങ്ങ് പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണ്, മതത്തിന്റെ പരിപാടി. ഇനി പാപത്തിൽ ഭരിച്ചാലും കുഴപ്പമില്ല, ഏതെങ്കിലും കുട്ടി നരകത്തിക്കൊണ്ട്, എത്ര 1000 കോടി എത്ര കുട്ടി നരകത്തിക്കൊണ്ടിട്ട് ശുദ്ധീകരിച്ചിട്ട് സ്വർഗത്തിൽ കയറ്റിവിടുന്ന വിശ്വസിക്കുന്നവരാ. അല്ലെങ്കിൽ ഭൂമിയിൽ മാതാപിതാക്കൾ, അല്ലെങ്കിൽ മരിച്ചുപോയ അല്ലെങ്കിൽ ജീവനോടെ ഇരിക്കുന്ന മക്കൾ, കുഞ്ഞമ്മയുടെ മക്കൾ, വല്യമ്മയുടെ മക്കളൊക്കെ എല്ലാ നവംബറിൽ ചെയ്യുന്ന പ്രാർത്ഥനകളും പിന്നെന്തൊക്കെയാ, പിന്നെ ബലിയിടലും പരിപാടിയൊക്കെ ചെയ്ത് സ്വർഗത്തിൽ കയറ്റിവിടാമെന്ന് വിചാരിക്കുന്ന ബാലിശമായ മാനുഷ്യ വ്യവസ്ഥയ്ക്ക് പുറകെ പോയിട്ട്, ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇതിന് കട്ടിയായിട്ട് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് അപ്രമേയ ധനം ഒന്നിരുന്ന് നോക്കിയേ, നിങ്ങൾ ഡെയിലി ഇരുന്ന് നോക്കിയേ. ഒരധ്യായം വായിക്കുന്ന സമയമുള്ളെങ്കിലും ഒരധ്യായം വായിക്കുമ്പോൾ, അപ്പാ ഞാൻ വന്നിരിക്കുന്നു, പ്ലേറ്റും ഉണ്ട് സ്പൂണും ഉണ്ട്, എന്നിലേക്ക് ഇട്ടോളാൻ പറഞ്ഞ് ഇട്ടു നോക്കിയേ. കർത്താവ് നമുക്ക് തന്നിരിക്കും. കാരണം നമ്മൾ ചോദിക്കുന്നത് സ്വർഗീയ മന്നയാ, അവന്റെ ഹൃദയത്തിന്റെ രഹസ്യങ്ങളാ. അത് പറഞ്ഞ് വായിച്ചു വിടുകയാ. പാട്ടുകാർ കയറിക്കോട്ടോ. എന്നിട്ട് പറയാം, അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിലും ആഴ്ചയ്ക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം. അത് പറയാൻ പോയാൽ അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നായി പഠിച്ചു തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നത് അല്ലേ. എന്നിട്ട് പറയാ, അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച, അപ്പൊ എല്ലാം പൂർത്തിയാക്കി വെച്ചിരിക്കുക. ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിയൊന്ന് ശ്രദ്ധയോടെ പഠിച്ചാൽ അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരും. എന്നിലൂടെ നിങ്ങളിലൂടെ അത് വെളിവായി വരും ലോകത്തിലേക്ക്. അവിടെയാണ് പിതാവിന് മഹത്വവും ദൈവഹിതം ഭൂമിയിൽ നിവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് പറയുക, അവനിൽ ആശ്രയിച്ചിട്ട്, വാക്യം ഇമ്പോർട്ടന്റ് വാക്യമാണ്, ഞാൻ വിട്ടുപോകുന്നു. ആ വാക്കൊക്കെ നല്ല വാക്ക. അവനിൽ അതൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് ധ്യാനിച്ചോളാം വാക്ക്. അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനമുണ്ട്, അല്ലേ? അത്ഭുതം അടയാളം ചെയ്യുന്ന പരിപാടി മാത്രമല്ല, അത് ചെറിയ ചെറിയ പരിപാടികളാ. അതിനേക്കാൾ അപ്പുറമായി ഒരുവനെ നിത്യത്തിലേക്ക് തിരിച്ചോണ്ടു പോകുന്ന പരിപാടി. എന്നിട്ട് പറയാ, ആ ധൈര്യം പ്രവേശനമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ, അപ്പോ അതിലേക്ക് കടക്കണമെങ്കിൽ, അല്ലേ, അപ്രമേയ ധനത്തിലേക്ക് കടക്കണമെങ്കിൽ ഒന്നും മിണ്ടിയില്ലല്ലോ. അതുകൊണ്ടായി പറയുന്നത്, ഇതിനകത്ത് ഒന്നും നല്ലതൊന്നുമില്ല. 10-36 സ്റ്റിച്ച്, വയറ് മുഴുവനും ഉണ്ട്. എന്തൊക്കെയാ ആക്സിഡന്റ്, എന്തൊക്കെയാ, ഏതൊക്കെ വഴി കൂടിയാ കർത്താവ് നമ്മളെ കടത്തി വിട്ടത്. എന്നാലും സ്തോത്രം. 2 മുട്ടും ഇത്രേ വളയത്തുള്ളൂ, എത്രയോ വളയത്തുള്ളൂ, 2 മുട്ടും ആക്സിഡന്റും അതും. പക്ഷെ ഒരു കാര്യം ഓർത്താൽ മതി, ഇതൊക്കെ ഓരോന്ന കുറയും തോറും അകത്തെ മനുഷ്യൻ ബലപ്പെടുകയാണ് ഇവിടെ. അത്രയോ ഞാൻ പറയുന്നത്, നമ്മുടെ കർത്താവിന്റെ വഴി അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ഇവിടെ ഇച്ചിരി പൊങ്ങച്ചൊക്കെ എടുത്തേക്കണം. നമ്മൾ അതൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് സകല മഹത്വം തരാമെന്ന് പറഞ്ഞപ്പോൾ വീണ് നമസ്കരിച്ചാൽ പോരാത്.
ഒരു കഷ്ടം സഹിക്കേണ്ട, ചുമ്മാ ക്രൂശൊന്നും വേണ്ടാതെ, ക്രൂശില്ലാതെ എന്നിട്ട് എന്താ പറയുക ബഹുമതി കിട്ടും നമുക്ക്. പക്ഷെ നമുക്ക് ക്രൂശിൽ കൂടിയ എന്താ പറയുക, ഒരു വാക്യർത്ത പറഞ്ഞില്ലേ ലൂക്കോസ് 9:27, ക്രൂശ് എടുത്തുകൊണ്ട് കൈമീശി വരാൻ വേണ്ടിയല്ലേ പറഞ്ഞത്. മറ്റേ മിരിയാമിനെ പോലെ തപ്പെടുത്ത് പാടിക്കൊണ്ട് വന്നാൽ മതി, അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. മനസ്സിലായോ? ക്രൂശ് എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ വഴി ഏറ്റവും മനോഹരമായിരിക്കും, അതിനെത്തിക്കേണ്ടത് എത്തിച്ചിരിക്കും. അതുകൊണ്ട് അത് നിമിത്തം സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ. 2 കുടുംബമുണ്ട് സഹോദരങ്ങളെ. സ്വർഗത്തിന് കുടുംബമുണ്ട്, അതിനെക്കുറിച്ച് ആഴമായി നിങ്ങൾ ചിന്തിക്കണം, ധ്യാനിക്കണം. ഭൂമിയിൽ നമുക്കൊരു കുടുംബമുണ്ട്, അല്ലേ? സ്വർഗീയ കുടുംബം എന്നും നമ്മുടെ അകത്തുണ്ടായിരിക്കണം. എന്ത് പറയാ, പേര് വരുവാൻ കാരണമായ പിതാവിന് സന്നിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്യ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതും. പിന്നീട് ഇനി പറയുന്ന മുഴുവനും നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ് ഡെയിലി ബ്രെഡ്, അല്ലേ? എന്താ അവിടെ പറയാ, വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് ഓരോ ദിവസം സകല വിശുദ്ധന്മാരോട് കൂടെ നമ്മൾ പഠിക്കുകയാണ്, അല്ലേ? എന്നിട്ട് പറയാ, ദൈവത്തിന് എല്ലാ നിറവോളം. ഈ ഡെയിലി ബ്രെഡ് എന്തിനാണെന്നറിയാമോ? ക്രിസ്തുവിന്റെ നിറവോളം, ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരാൻ വേണ്ടിയാ. അല്ലെങ്കിൽ ഇന്ന് ബൈബിൾ സ്റ്റഡി വരുന്നില്ലേ? എന്താ ഇല്ലെങ്കിൽ ഞായറാഴ്ച സൺഡേ പോകുന്നില്ലേ? അത് കുഞ്ഞമ്മയുടെ മോളെ ബൗത്തീസ പോയില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? പരിപാടി കഴിഞ്ഞു, പരിപാടി തീർന്നു. ആ അകത്തെ മനുഷ്യൻ ശുഷ്കിച്ചിരിക്കുക, പുറമേ നല്ല ബലവാനായിട്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ലഭിക്കുവാൻ അവന്റെ മഹത്വത്തിന്റെ ധനത്തിലൊത്തവണ്ണം ദൈവം തരാൻ തയ്യാറാ. നമ്മുടെ അകത്തേക്ക് തരാൻ തയ്യാറാ ദൈവം. നമ്മുടെ അകത്ത് വരുന്ന ദൈവവചനമാണ് ശക്തിയേറെ പവർഫുൾ വചനം. ഞാൻ നിങ്ങൾക്ക് മരണാന്തര ജീവിതത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചൊക്കെ ആഴമായി നമുക്ക് വെളിപ്പാട് ദൈവം തരും. ഈ വചനങ്ങൾ എൻ്റെ അകത്തേക്ക് കയറുമ്പോൾ അവരുടെ നീളവും ഉയരവും ആഴവും ഒക്കെ നമ്മൾ ഗ്രഹിച്ചറിയുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടു വരികയാണ്. അങ്ങ് ശക്തിപ്പെടുമ്പോൾ ലോകമോഹങ്ങൾ കണ്ടാലോ, പിശാച് മഹത്വം നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് ഇട്ടാലോ, സമ്പത്തുകൾ ഇങ്ങനെ കാണിച്ചാലോ, അല്ലേ? ആടില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഒന്നാടിയാലും കറക്റ്റായിട്ട് പൊക്കോളും. യാക്കോബ് പറഞ്ഞതാ, അല്ലേ? ഒന്ന്, അല്ലേ? അവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചാലും, അല്ലേ? ഇങ്ങനെ കാണിച്ചാലും, ഒന്ന് ആടിയാലും, നിങ്ങളൊക്കെ ഞാൻ ആടുവോ ഇടക്കൊക്കെ? ഒന്ന് ആടിയാലും ഉറപ്പുണ്ട് അകത്തെ ദർശനം മാറിപ്പോകത്തില്ലെന്ന്. അതാണ് ഈ അപ്രമേയ ധനത്തെക്കുറിച്ച് പറയുന്നത്. മറ്റു പറഞ്ഞില്ലേ, ഞങ്ങൾ പോയപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഭൂതങ്ങൾക്ക് താഴെ വീണ് ഞങ്ങൾ കണ്ടു, പക്ഷെ പറഞ്ഞു അത് നിഗളിക്കൊന്നും വേണ്ട, ഇതല്ല, ഇതിനു വേണ്ടിയല്ലേ ഞാൻ വന്നത്. ഇതൊക്കെ കാണിച്ചത് നിന്റെ ഹൃദയം ഒന്ന് തിരിക്കാൻ വേണ്ടിയാ. എൻ്റെ കയ്യിൽ ആ വലിയ അപ്രമേയ ധനമിരിക്കുന്നുണ്ട്, ആ ധനം ഞാൻ നിനക്ക് വീണ്ടും തരും. അത് മറ്റൊന്നുമല്ല, നിന്റെ പേർ നിത്യജീവനിലേക്ക് എഴുതിയിട്ടുണ്ട്. അതിലേക്ക് നീ വളർന്നു വരിക, നീ യേശുവിനെ പോലെയായി മാറുക, നിത്യത്തിലേക്ക് ലാക്കാക്കി പോകുക. അതിന് ഡെയിലി ബ്രെഡ് നമുക്ക് അത്യാവശ്യമാണ്. ഇനിയെങ്കിലും എൻ്റെ അപേക്ഷ ബൈബിൾ വായിക്കാൻ തുടങ്ങണം, അല്ലേ? നോട്ട്ബുക്ക് എടുക്കുക, വായിക്കുക, പഠിക്കുന്ന വചനങ്ങളൊക്കെ മെമ്മറൈസ് ചെയ്യുക. റോഡിൽ കൂടി പോകുമ്പോഴും അലക്കുമ്പോഴും, അല്ലേ, ആരെ കുറ്റവും കുറവും പറയാതെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. പതിയെ ആരെ കുറ്റം പറയാൻ നേരം കിട്ടത്തില്ല നമുക്ക്. സന്തോഷമാണോ? അങ്ങനെ നമ്മൾ ചിന്തിക്കുക. എൻ പ്രിയനെപ്പോൾ സുന്ദരനായി ആരുള്ള നമുക്കൊരു പാട്ട് പാടി ദൈവത്തിന് മഹത്വം കൊടുത്ത് ഇന്ന് രാത്രി നമുക്ക് പിരിയാം. ഹല്ലേലൂയ. എൻ പ്രിയനെപ്പോൾ ഹല്ലേലൂയ. സുന്ദരനാരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. പ്രിയനെ പോൽ സുന്ദരനാരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദര മനോഹര യാത്ര പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം
പ്രത്യാശയോടെ പറഞ്ഞേ. പ്രേമം എന്നിൽ വർദ്ധിക്കുന്നേ, പ്രിയനോടു ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നു. സുന്ദര മനോഹര പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ചാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല. യെരൂശലേം പുത്രിമാരൻ ചുറ്റു നിന്നു രാപ്പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. യെരൂശലേം പുത്രിമാരൻ ചുറ്റു നിന്നു രാപ്പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം വരിക്കുമോ വത്സല. മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടെ എന്നെ മാടി വിളിച്ചാൽ. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടെ എന്നെ മാടി വിളിച്ചാൽ. സുന്ദര മനോഹര ചാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകിൽ. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകിൽ. സുന്ദര മനോഹര പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ചാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സുന്ദര മനോഹര ലോകയാത്ര, പ്രാകൃതരം ചാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. പ്രേമം എന്നിൽ വർദ്ധിക്കുന്നേ, പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നു. പ്രേമം എന്നിൽ വർദ്ധിക്കുന്നേ, പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നു. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, ചാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദര മനോഹര ലോകയാത്ര, പ്രാകൃതരം ചാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. മണ്ണി പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. നമുക്ക് തലവണക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തെ നല്ല പിതാവേ, ഇന്ന് ദൈവദാസനിലൂടെ ഞങ്ങളോട് സംസാരിച്ചപ്പോൾ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഓരോ ദിവസവും കർത്താവെ അങ്ങിൽ നിന്ന് കേൾക്കുവാൻ ഞങ്ങളുടെ ചെവികളെ തുറക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവ് ഞങ്ങളോട് സംസാരിക്കുന്നതിൽ പിന്തിരിഞ്ഞ് നിൽക്കാതെ, മറുത്തു നിൽക്കാതെ ഞങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിനനുസരിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. മനുഷ്യൻ കർത്താവിൻ്റെ വചനം കൊണ്ട് ജീവിക്കുന്നു ഞങ്ങളുടെ വചനം പറയുന്നല്ലോ കർത്താവേ. കർത്താവെ, ആ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ആ വചനം കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തന്മാരാക്കണമേ
ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സകല വചനത്താലും സകല പരിജ്ഞാനത്താലും സമ്പന്നന്മാരായി തീരുവാനുള്ള കൃപ അടിയങ്ങൾ മേൽ പകരമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇങ്ങനെ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കുന്നതിനായി തീരുവാനുള്ള കൃപ അടിയങ്ങൾ മേൽ പകരമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവായ യേശു നാളിൽ കുറ്റമില്ലാത്തതായിരിക്കുന്നതിന് അടിയങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥനകടമക്കായി നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ആശീർവാദം നടക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തു കൃപയും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും എന്നും എന്നേക്കും കർത്താൻ വരവരെ നമ്മളെല്ലാവരും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ദൈവത്തിന് ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ.